So once again, welcome back to the session, everyone. And in the last day session, we were revising the area of 50 marks. That's a part A, and which is based on audit risk, risk of material misstatement, business risk, audit procedures, additional information, and finally the areas of ethics as well. And last day, നമ്മൾ ഈ ഓരോ ഏരിയാസും റിവൈസ് ചെയ്ത സമയത്ത് we were discussing about how we need to present the answers. അതേപോലെ തന്നെ എന്തൊക്കെയാണ് മെയിൻലി അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതായിരുന്നു നമ്മൾ ഇന്നലെ റിവിഷൻ ചെയ്ത ആ റഫ് നോട്ട്സ്. ആൻഡ് നമ്മൾ പറഞ്ഞു നമുക്ക് മെയിൻലി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് റിസ്കിന്റെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് വി ക്യാൻ expect either an audit risk based on accounting treatment, or there can also be possibilities where you will be getting audit risk without accounting treatment as well. And when you get a question based on accounting treatment, when you present the answer, you need to first of all include the materiality. Then you need to clearly discuss the actual accounting treatment that is required there. Then whatever will be the possibilities of having mistakes in the financial statements, what will go wrong എന്താന്നുള്ള കാര്യം പറയണം. അതേപോലെ തന്നെ ഇമ്പാക്ട് ഓൺ FS എന്താണോ ആ ഇമ്പാക്ട് ഓൺ FS എന്താന്നുള്ള കാര്യവും നമ്മൾ പ്രോപ്പർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. സോ മെറ്റീരിയാലിറ്റി പറയണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയണം, വാട്ട് വിൽ ഗോ റോങ് പറയണം, ഇമ്പാക്ട് ഓൺ FS പറയണം. അതേപോലെ തന്നെ അവിടെ എന്താണ് തെറ്റായിട്ട് സംഭവിക്കാനുള്ള ചാൻസ് ഉള്ളതെന്ന് പറയുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർലി സിനാരിയോ പ്ലസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, നമ്മളവിടെ പ്രോപ്പർലി സിനാരിയോയും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടെ മിക്സപ്പ് ചെയ്തിട്ട് വേണം പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമ്മൾ മെറ്റീരിയാലിറ്റി കാണിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക, പ്രോഫിറ്റിന്റെ ആണോ റവന്യൂന്റെ ആണോ ഗ്രോസ് പ്രോഫിറ്റിന്റെ ആണോ ഏത് എലമെന്റിന്റെ ബേസിസിലാണ് മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നോക്കണം. ഇനി ചിലപ്പോൾ ടോട്ടൽ അസറ്റ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ്സിന്റെ ബേസിസിലും ആവാം. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദി ട്രാൻസാക്ഷൻ ആസ് വെൽ. ഇങ്ങനെ എന്തിന്റെ ബേസിസ് വേണേലും ആവാം മെറ്റീരിയാലിറ്റി നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. സോ പ്രോഫിറ്റിന്റെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ബെഞ്ച് മാർക്ക് എത്രയായിരുന്നു, 5 to 10%. റവന്യൂന്റെ ആണെങ്കിൽ 0.5 to 1% ആണ്. ഗ്രോസ് പ്രോഫിറ്റിന്റെ ആണെങ്കിൽ 0.5 to 1% തന്നെയാണ് സെയിം. Total asset in it will be 1% to 2%. Net assets in it will be 2% to 5%. ഇനി നേച്ചറിന്റെ ബേസിസിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് we need to consider whether on the basis of related party transaction or going concern എന്തെങ്കിലും സിനാരിയോയിൽ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതും എപ്പോഴും മെറ്റീരിയൽ ആയിരിക്കും. ദെൻ നമ്മൾ പറഞ്ഞു whether we need to go on with the lower limit or the upper limit, അത് നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ ആണ് കൊടുക്കേണ്ടത്. സോ അവിടെ നമ്മൾ എന്ത് നോക്കുക, we have to consider whether it's a new client ഒരു ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ്, അല്ലെങ്കിൽ മാനേജേരിയൽ ബയസ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് വീക്ക്നെസിനെ കുറിച്ച് സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടോ, ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്സ് ഉണ്ടോ എന്നൊക്കെ നോക്കണം എന്ന് പറഞ്ഞു. ആൻഡ് ഔട്ട് ഓഫ് വിച്ച് ന്യൂ ക്ലയന്റോ ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റോ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഗോ ഓൺ വിത്ത് ദ ലോവർ ലിമിറ്റ് ഇറ്റ്സെൽഫ്, അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് ചൂസ് ചെയ്യുക, എന്നിട്ട് ട്രിം ചെയ്ത് ഡൗൺവേർഡ്സ് കൊണ്ടുവന്നാൽ മതി എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ if you're getting a question based on audit risk without accounting treatment, in that case you are not required to mention the materiality. Instead എന്താണോ റിസ്ക് അത് ഐഡന്റിഫൈ ചെയ്യുക, ആ റിസ്ക് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക, അത് കാരണം എന്താണോ ഇമ്പാക്ട് വരുന്നത്, വെൽ ദ ഓവറോൾ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നുള്ള കാര്യം പറയണം. ഇനി ഓൾട്ടർനേറ്റീവ്ലി ഇഫ് യു ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ബിസിനസ് റിസ്ക്, നമ്മൾ പറഞ്ഞു ബിസിനസ് റിസ്ക്കും ഓരോന്നും ഐഡന്റിഫൈ ചെയ്യുക, അത് എന്തുകൊണ്ടാണ് ബിസിനസ് റിസ്ക് ആയത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണോ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും കമ്പനിനെ പിടിച്ചു നിർത്തുന്ന ഫാക്ടേഴ്സിനാണ് ബിസിനസ് റിസ്ക് എന്ന് പറയാം. So whatever be the risk that is there in the scenario that might be affecting the company's ability to achieve their objectives, അതിനെ ബിസിനസ് റിസ്ക് ആയിട്ട് പറയാം. ആൻഡ് ഫൈനലി വി നീഡ് ടു ഷോ ദ ഇമ്പാക്ട്. ഇമ്പാക്ട് പറയുമ്പോൾ നമ്മളിവിടെ FSലുള്ള ഇമ്പാക്ട് അല്ല പറയുന്നതെന്ന് പറഞ്ഞു, പകരം പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർജിന്റെ മേലുള്ള ഇമ്പാക്ട്, റവന്യൂ, ഗോയിങ് കൺസേൺ, റെപ്യൂട്ടേഷൻ, ബ്രാൻഡ് നെയിം, ഗുഡ് വിൽ, ക്യാഷ് ഫ്ലോസ്, ഇങ്ങനെയുള്ള ഇമ്പാക്ട് ആയിരിക്കും പറയുക. ഇനി നമ്മുടെ അടുത്ത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതാൻ പറയുന്ന സമയത്ത് വി ജസ്റ്റ് വോണ്ട് ടു മെൻഷൻ വാട്ട് എവർ ബി ദ പ്രൊസീജിയർ ദാറ്റ് ഈസ് റിക്വയർഡ്. ആൻഡ് അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ അതെന്താണെന്ന് വേണ്ടെന്നുള്ളത് പറയാം. ആൻഡ് വാട്ട് എവർ ബി ദ പേർപ്പസ് ഓഫ് ദി പ്രൊസീജിയർ, പേർപ്പസ് ഓഫ് പ്രൊസീജിയർ എന്താണെന്നുള്ളത് നമ്മൾ ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ടാവണം. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് നമ്മളോട് ഇൻ കേസ് എങ്ങനെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് വേണ്ട അഡീഷണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്താണോ അതും പറയാം, എന്താണ് അതിന്റെ പേർപ്പസ് എന്നുള്ളതും പറയാം. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ പറയുന്ന സമയത്ത് സ്പെസിഫിക്കലി നമ്മൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്തായിരുന്നു, നമ്മൾ പറഞ്ഞു ആ സിനാരിയോനെ ബേസ് ചെയ്ത് അവിടെയുള്ള പ്രൊസീജിയർ എന്താണെന്നുള്ളത് പറയണം, ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ പറയണം, പേർപ്പസ് പറയണം. അപ്പൊ ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ എന്തൊക്കെയാണ് നമുക്ക് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയാണ് നമുക്ക് റിട്ടേൺ റെപ്രസെന്റേഷൻ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുക, ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് നോക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണ് എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങിക്കാൻ പറ്റുന്നത്, ഈ ഒരു സിനാരിയോയിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ടോ, റീകാൽക്കുലേഷൻസ് നടത്താനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും നമുക്ക് ബോർഡ് മിനിറ്റ്സ് നോക്കുന്ന വഴി
കിട്ടാനായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടോ? ഇങ്ങനെയുള്ള ഓരോന്നും പ്രോപ്പർലി കൺസിഡർ ചെയ്യുക. ഡിസ്ക്ലോഷേഴ്സ് നോക്കാനുള്ളത് നോക്കുക. എന്നിട്ട് ഇതിന്റെ ഓരോന്നിനെയും ബേസിസ് വേണം നിങ്ങൾ പ്രൊസീജിയേഴ്സ് എഴുതാനായിട്ട്. ഫൈനലി എത്തിക്സിന്റെ കേസ് നമ്മൾ പറഞ്ഞു, whenever you write an answer for the ethics part, അവിടെ പ്രോപ്പർലി എത്തിക്കൽ ത്രെട്ട് എന്താണോ അത് ഐഡന്റിഫൈ ചെയ്യുക. എന്തുകൊണ്ടാണ് അത് ത്രെട്ടായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് whenever you give a threat, there should always be a safeguard along with that. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തിരുന്നത്. ആൻഡ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ഇന്ന് വി ഗോണ സ്റ്റാർട്ട് വിത്ത് എ ക്വസ്റ്റ്യൻ ഫ്രം ദ സെയിം ഏരിയ. ആൻഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ മോസ്റ്റ് ലേറ്റസ്റ്റ് അവൈലബിൾ ക്വസ്റ്റ്യൻ ഫോർ ദ പേപ്പർ AAA. That is 2022 December session SSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ പൈലറ്റ് പേപ്പർ. നമുക്ക് പഴയ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് അവൈലബിൾ ഇൻ ദ ലേറ്റസ്റ്റ് 2023-24 Kaplan റിവിഷൻ കിറ്റ്. സോ അവിടെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ കോൾഡ് മെർക്കുറിയോ. സോ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വിൽ കോൾ ഇറ്റ് ആസ് എം കമ്പനിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ക്വസ്റ്റ്യന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ഹവ് ഗോട്ട് ഓൾമോസ്റ്റ് ഓൾ ദി എക്സാം റിക്വയർമെന്റ്സ് ഇൻ എ സിംഗിൾ ക്വസ്റ്റ്യൻ. ലൈക്ക് ബിസിനസ് റിസ്ക് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ they have asked us a theory question relating to outsourcing and its impact over audit planning. And finally, the principal audit procedures required for audit pay obligation. So ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. So we'll look into the question deeper. But well, before that, മക്കളെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ മെർക്കുറി, അല്ലെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം, യു ഹാവ് ടു ഐഡന്റിഫൈ ദ റിക്വയർമെന്റിൽ എന്താണ് പറഞ്ഞേക്കുന്നത് എന്നുള്ള കാര്യം പ്രോപ്പർലി വായിച്ച് മനസ്സിലാക്കുക. ഞാൻ ഇന്നലെയും നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഒരുപാട് പേര്, ഈവൻ ഞാൻ നിങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളെ കൊണ്ട് എഴുതിച്ചിട്ട്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ല, ആൻസർ ഷീറ്റ്സ് നിങ്ങളെ കൊണ്ട് മോക്ക് എക്സാംസ് എഴുതിച്ചിട്ട്, ആ മോക്ക് എക്സാംസിന്റെ അകത്ത് പോലും ഇപ്പോഴും കാണാത്തൊരു കാര്യമാണ്, നിങ്ങൾ എന്താണോ റിക്വയർമെന്റ് പറഞ്ഞേക്കുന്നത് അത് നിങ്ങൾ വായിക്കുന്നില്ല. അതായത് മിക്ക സിറ്റുവേഷനിലും വെൻ ദ എക്സാമിനർ ആസ്ക്സ് ഫോർ സിഗ്നിഫിക്കന്റ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്, സ്റ്റിൽ ദർ ആർ മെനി സ്റ്റുഡൻസ് ഹു ഗീവ് ആൻസർ ഫോർ ഓഡിറ്റ് റിസ്ക്. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കുമ്പോൾ നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തതാണ്, അവിടെ നമ്മൾ ഡിറ്റക്ഷൻ റിസ്കിനെ കുറിച്ച് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിറ്റക്ഷൻ റിസ്ക് ആണോ എഴുതേണ്ടത് എന്നറിയാൻ ആദ്യമേ ഓഡിറ്റ് റിസ്ക് ആണോ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആണോ എക്സാമിന് ചോദിച്ചേക്കുന്നത് നോക്കുക. ഇഫ് ഇറ്റ്സ് എ ക്വസ്റ്റൻ ഓൺ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്, യു കൻ ഇഗ്നോർ ഓൾ ദി ഡിറ്റക്ഷൻ റിസ്ക്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ഓഡിറ്റ് റിസ്ക് ക്വസ്റ്റൻ, അവിടെ നിങ്ങൾ എല്ലാ റിസ്ക്കും കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബിസിനസ് റിസ്ക് എന്തൊക്കെയാണ് ഈ കമ്പനി ഫേസ് ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് you should not evaluate risk relating to the audit of animal inventory, as this will be addressed separately at a later stage by the auditor's expert as in prior year. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആനിമൽ എന്ന് പറയുന്ന ഇൻവെന്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് എഴുതണ്ട, അല്ലെങ്കിൽ അവിടെ ഉള്ള റിസ്കുകൾ കൺസിഡർ ചെയ്യണ്ട, അത് വേറെ തന്നെ ഓഡിറ്റർ കൺസിഡർ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു ആർ നോട്ട് റിക്വയർഡ് ടു കൺസിഡർ ദാറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള കൗണ്ടർ പോയിന്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം കൗണ്ടർ പോയിന്റ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വീണ്ടും കൊണ്ടുപോയി സെയിം റിസ്ക് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂല. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും, ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ റിലേറ്റഡ് റിസ്ക് നിങ്ങൾ നോക്കണ്ട, വേറെ ഓഡിറ്റർ നോക്കും എന്ന് എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് പറയും കമ്പനിയുടെ സബ്സിഡറി കമ്പനീസ് ഫോറിൻ കൺട്രീസിലുണ്ട്, പക്ഷെ അവിടെയും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കറൻസി സെയിം തന്നെയാണെന്ന് പറയും. അപ്പൊ ആ റിസ്ക് വരൂല. അപ്പൊ കൗണ്ടർ പോയിന്റ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ റിസ്ക് എഴുതി തുടങ്ങാവുള്ളൂ. ഇനി ഒരു ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഇയർ ആൻഡ് ഡേറ്റ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറയുമ്പോൾ ഇയർ ആൻഡ് ഡേറ്റിന് ശേഷമാണ് ആ ട്രാൻസാക്ഷന്റെ ഡേറ്റ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇവന്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്. അങ്ങനെ ഇവന്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് ഉണ്ടോ? അല്ലെങ്കിൽ ന്യൂ ക്ലയന്റിന്റെ ഒക്കെ കേസിൽ നമ്മളോട് പറയും യു ഹാവ് ബീൻ അപ്പോയിന്റഡ് ആസ് എൻ ഓഡിറ്റർ ഓൺ 1st April ആൻഡ് ദിസ് ഈസ് ദ 30th September ഇയർ ആൻഡ് ഓഡിറ്റ് ആണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്താണ്, കറണ്ട് ഇയറിലാണ് ഓഡിറ്റർ ആയിട്ട് അയക്കുന്നത്. സോ ഇറ്റ്സ് എ ന്യൂ ഓഡിറ്റ് ക്ലയന്റ്. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുക, ഇയർ ആൻഡ് ഡേറ്റ് മാർക്ക് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ്സ് എ ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ്, അതിന്റെ ഡേറ്റ് വെച്ച് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ഇയർ ആൻഡ് ഡേറ്റ് മാർക്ക് ചെയ്തിടുക. അപ്പം ന്യൂ ക്ലയന്റ്, ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ്, പോസ്റ്റ് ഇയർ ആൻഡ് ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ, അതായത് സബ്സിക്വന്റ് ഇവന്റ്സ് അല്ലെങ്കിൽ ഇവന്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് ഉണ്ടോ എന്ന് അറിയാൻ, എല്ലാത്തിനും ഇയർ ആൻഡ് ഡേറ്റ് വേണം. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി യു ഷുഡ് ടു മാർക്ക് ദിസ് ഡേറ്റ് ആസ് വെൽ. ഇറ്റ് ഈസ് 1st July. ഇന്നത്തെ ഡേറ്റ് എന്താണെന്നുള്ളത് നോക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുണ്ട്, 30th September ആണ് ഇയർ എൻഡ്, 1st July 2015 ആണ് നമ്മുടെ ഇന്നത്തെ ഡേറ്റ്. അപ്പം
ഇവിടുന്ന് ഇയർ എൻഡിലേക്ക് ഇനിയും സമയമുണ്ട്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ആ ഒരു പീരീഡിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നാലും നിങ്ങളുടെ ഓഡിറ്റ് പ്ലാനിങ്ങിനെ അഫക്റ്റ് ചെയ്യും. സോ അവിടെയുള്ള റിസ്ക് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇയർ എൻഡിന്റെ അന്ന് വരെയുള്ള റിസ്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലിറ്ററലി 1st ജൂലൈ നിന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ നോക്കണം, അടുത്ത മാസം കമ്പനി എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യും എന്ന് പറഞ്ഞാലും അത് നമ്മുടെ ഓഡിറ്റ് പ്ലാനിങ്ങിനെ അഫക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ട്രാൻസാക്ഷൻ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ ഡേറ്റ് എന്താണെന്നുള്ളത് കൂടെ മാർക്ക് ചെയ്തിടുക. സോ ഇൻ ദിസ് റിഗാർഡ് വി ഹവ് ഗോട്ട് ദ ക്വസ്റ്റ്യൻ. അപ്പം എല്ലാവരും ഒരു കാര്യം ചെയ്യുക, ജസ്റ്റ് ഗോ ത്രൂ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ട്രൈ ടു പിക്ക് ഓൾ ദി ബിസിനസ് റിസ്ക് and risk of material misstatement in the scenario, and then we will discuss on how to present our answers. So everyone, please start with the question number 1, Mercury. All right, so let's start with the question discussion. So basically, for the time being, നമുക്ക് just ആദ്യം എന്തൊക്കെയാണോ answers അത് identify ചെയ്യുക, then we will consider on how to present the answer. So let's start with this question. So it is 1st July 2015, you are an audit manager in A&Co, responsible for the audit of M Company, a listed company with a financial year ending 30th September 2015. M Company is the country's leading specialist retailer of small domestic pets, pet food, and pet accessories, operating 264 stores across the country. The following exhibit available below provide information relevant to the question. നമുക്കപ്പോൾ പാർട്ണറിന്റെ ഇമെയിൽ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, മീറ്റിംഗ് നോട്ട്സ് വന്നിട്ടുണ്ട്. സോ ഇവിടെ ഇപ്പം ആസ് ഓഫ് നൗ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം ദാറ്റ് ഇറ്റ്സ് എ ലിസ്റ്റഡ് കമ്പനി. അപ്പോൾ ലിസ്റ്റഡ് കമ്പനി ആണോ അല്ലയോ എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആദ്യം തന്നെ. എന്തിനു വേണ്ടിയിട്ടാ? ബിക്കോസ് ഗോയിങ് ഫർദർ ടു ദ ക്വസ്റ്റ്യൻ, നമുക്ക് എത്തിക്സ് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എത്തിക്കൽ ത്രെഡ്സ് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ലിസ്റ്റഡ് കമ്പനിക്കുള്ളതും നോൺ ലിസ്റ്റഡ് എൻറ്റിറ്റീസിനും നമ്മൾ പഠിച്ചേക്കുന്ന രണ്ടാണ്. സോ ലിസ്റ്റഡ് കമ്പനിയുടെ കേസിലും നോൺ ലിസ്റ്റഡ് എൻറ്റിറ്റിയുടെ കേസിലും രണ്ടായിട്ട് തന്നെ നമ്മൾ പറയണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ലിസ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ ഗോയിങ് ഫോർദർ ടു ദ കേസ്, നമ്മുടെ അടുത്ത് ഇൻട്രൊഡക്ഷൻ ഇമെയിൽ തന്നിട്ടുണ്ട്. വിത്ത് ദ ഇയർ എൻഡ് അപ്രോച്ചിങ്, ഐ നീഡ് യു ടു സ്റ്റാർട്ട് പ്ലാനിങ് ദ ഓഡിറ്റ് ഓഫ് M Company. I met with the company's finance director, Kate, last week to discuss recent development for the business. I have promised you with a summary of the matters discussed at the meeting, along with some projected financial information. Based on the analysis I have done on this industry, it is appropriate for the overall materiality to be based on company's profit before tax. This is a key measure for investors and providers of finance. അപ്പൊ നിങ്ങളോട് പറഞ്ഞു പ്രോഫിറ്റ് ബിഫോർ ടാക്സിന്റെ ബേസിസിലാണ് മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓവറോൾ മെറ്റീരിയാലിറ്റി. അപ്പം പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുമ്പോഴത്തേനും പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസ് നമ്മൾ നോക്കുമ്പോഴത്തേനും എത്രയാണ് മക്കളെ ബെഞ്ച് മാർക്ക് പ്രോഫിറ്റബിലിറ്റിയുടെ? എക്സാക്ട്ലി, പ്രോഫിറ്റിനെ നമ്മൾ നോക്കുന്ന സമയത്ത് we will consider 5% to 10% of the profit. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നേരെ പോയിട്ട് കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കുക. നമ്മളോട് തന്നേക്കുന്ന പ്രോഫിറ്റ് എത്രയാണ്? എത്രയാണ് പ്രോഫിറ്റ് തന്നേക്കുന്നത് സിനാരിയോക്കകത്ത്? ഓക്കെ, അപ്പൊ അതിന്റെ എത്ര പെർസെന്റേജ് എടുക്കേണ്ടത്? 5% എടുക്കുക, 10% എടുക്കണം. ഓക്കെ, 5 to 10% എടുക്കുക. സോ ഈ 5 to 10%ന്റെ അകത്ത് 5% ആണോ എടുക്കേണ്ടത്, 10% ആണോ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ കയറിയിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്? അല്ല, നമ്മൾ 60 മില്യന്റെ 5% എത്രയാന്നുള്ളത് എഴുതി വെക്കുക. 60 മില്യന്റെ 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 3 million. ഓക്കെ, 3 മില്യൺ വരും. ഓക്കെ, 3 മില്യൺ ടു അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും വരിക? 6 million. എക്സാക്ട്ലി 6 മില്യൺ ആണ് വരുന്നുണ്ടാവുക. വിത്ത് കമ്പ്യൂട്ടേഷൻ നമുക്കത് ഡിറ്റർമൈൻ ചെയ്യാം. സോ ദിസ് ഈസ് ദ ബെഞ്ച് മാർക്ക്. ഓക്കെ, ദിസ് ഈസ് ദ ബെഞ്ച് മാർക്ക് ഫോർ മെറ്റീരിയാലിറ്റി. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ലോവർ ലിമിറ്റ് ആണോ അപ്പർ ലിമിറ്റ് ആണോ എന്നുള്ള ആദ്യം തന്നെ ഫൈനലൈസ് ചെയ്യരുത്. പകരം എന്ത് ചെയ്യുക, യു ഹാവ് ടു ഗോ ത്രൂ ദ ഹോൾ സിനാരിയോ. ഇതിന്റെ സിനാരിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് നോക്കുക. അക്കോർഡിംഗ്ലി ലോവർ ലിമിറ്റ് വേണോ അപ്പർ ലിമിറ്റ് വേണോ എന്നുള്ളത് ചൂസ് ചെയ്യുക ബൈ കൺസിഡറിങ് അവർ ബെഞ്ച് മാർക്സ്. അത് നമുക്കറിയാം, നമ്മൾ ക്രൈറ്റീരിയാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡ്യൂ ക്ലൈന്റ് ആണോ, ഡ്യൂലി ലിസ്റ്റഡ് ആണോ, വേറെ എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടോ നോക്കണം. അതിനനുസരിച്ച് ട്രിം ഡൗൺ ചെയ്ത് വരണം എന്നാണ് നമ്മൾ പറഞ്ഞത്, എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ന്യൂ ക്ലൈന്റ് ആൻഡ് ന്യൂലി ലിസ്റ്റഡ് ക്ലൈന്റ്. ലുക്ക് ഇൻ ടു ദാറ്റ് ലേറ്റർ. ഫോർ ദ ടൈം ബീങ് നമുക്ക് എന്ത് ചെയ്യാം, സിനാരിയോ വായിക്കാം.
അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഫുൾ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതി തുടങ്ങാവുള്ളൂ എന്ന്. കാരണം നമുക്ക് ഈ ഫാക്ടേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് റിസ്ക് ഓരോന്നും കണ്ടുപിടിക്കാനായിട്ടുണ്ട്. ആൻഡ് മോർ ഓവർ നമുക്കറിയാം എക്സാമിന് നമ്മളോട് ചോദിച്ചേക്കുന്നത് സിഗ്നിഫിക്കന്റ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നാണ്. സോ വി ഹാവ് ടു റീഅറേഞ്ച് ദ റിസ്ക് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ സിഗ്നിഫിക്കൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ഫുൾ റിസ്ക് വായിച്ച് ഐഡന്റിഫൈ ചെയ്യുക. സോ സ്റ്റാർട്ടിങ് വിത്ത് സിനാരിയോ. M company is a large listed company established 15 years ago. When the founders observed a growth in demand for the pet-related products, company has grown steadily and is now the largest retailer of pet-related products in the country, with over 7,000 employees who are mainly staff working in the stores. As well as selling pet-related products for wide variety of animals, the stores also sell small animals such as rabbit and fish. Staff members are fully trained to give advice to the customers on matters including nutrition and general animal health. And the staff members are also trained in handling all type of animals which are sold. Some stores sell more unusual pets such as spider, snakes, and other reptiles, and require compliance with specific import restrictions and welfare standards. M Company also operates veterinary clinics within most of its stores. The veterinary clinics are staffed by fully qualified vets who offer a full range of veterinary services. Customers can pay as they go for the appointment and treatment of the animal, or they can take out an annual pet healthcare plan, which covers the cost of essential vaccinations and quarterly health checks. The pet healthcare plans are extremely popular as they offer good value for money to the customer. An annual income from the sale of these plans historically account for 10% of the company's revenue. The cost associated with the vaccinations and healthcare have risen over the recent years. However, M Company has not been able to increase the price due to customer price sensitivity over the annual pet healthcare plan. The company's accounting policy is to recognize the revenue from the sale of healthcare plan on the date when the healthcare plan commences. So, നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഈ പർട്ടിക്കുലർ ഏരിയ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇവിടുത്തെ ക്ലിയർ മീനിങ് എന്നുള്ളത് പ്രോപ്പർലി മനസ്സിലാക്കുക. ലിറ്ററലി മലയാളത്തിൽ എന്താണ് മീനിങ് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മളോട് പറഞ്ഞു 15 years ago ആണ് M കമ്പനി സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ലാർജ് ലിസ്റ്റഡ് കമ്പനിയാണ്. അവർക്ക് പെറ്റ് കെയർ പ്രൊഡക്ട്സ് ആണ് അവർ വിൽക്കുന്നത്. അവർ പെറ്റ് ആൻഡ് റിലേറ്റഡ് പ്രൊഡക്ട്സ് ത്രൂ ഔട്ട് ദ കൺട്രി അവർ നടത്തുന്നുണ്ട്. 7,000 എംപ്ലോയീസ് ഉണ്ട് എന്ന് പറഞ്ഞു. ദെൻ അവർ പറഞ്ഞു അവരുടെ പെറ്റ് കെയർ പ്രൊഡക്ട്സ് കൊടുക്കുന്ന സമയത്ത് അവർ ചെറിയ ചെറിയ ആനിമൽസിനെയൊക്കെ വിൽക്കുന്നുണ്ട്, ഫിഷിനെ വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാഫ് ഫുള്ളി ട്രെയിൻഡ് ആണ്. അവരാണ് കസ്റ്റമേഴ്സിന് ന്യൂട്രീഷനും ജനറൽ ആനിമൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് നമ്മൾ കുറെ അൺയൂഷ്വൽ ആയിട്ടുള്ള സാധനങ്ങളെയും വിൽക്കുന്നുണ്ട്, സ്പൈഡറിനെയും സ്നേക്കിനെയും റെപ്റ്റൈൽസിനെയൊക്കെ. അതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കുറേ വെൽഫെയർ സ്റ്റാൻഡേർഡ്സും ഫോളോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ദെൻ നമ്മളോട് പറഞ്ഞു വെറ്റിനറി ക്ലിനിക്സ് നമ്മൾ റൺ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റോറിൻ്റെ അകത്ത് തന്നെ. അവിടെ വെറ്റ്സ് ആണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവിടെ നമ്മൾ വാക്സിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ കുറേ പ്ലാൻസ് ഓഫർ ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്. അവിടെ കുറേ എല്ലാം ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള പാക്ക് ഉണ്ട്. അത് കസ്റ്റമേഴ്സിന് വളരെയധികം വാല്യൂ ആഡിങ് സർവീസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആനുവൽ പാക്കേജസ് ഉണ്ട്. കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിന്റെ 10% ഈ ആനുവൽ പാക്കേജിനാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ദെൻ നമ്മളോട് പറഞ്ഞു ഈ കോസ്റ്റ് എല്ലാം വാക്സിനേഷനും എല്ലാം ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള കോസ്റ്റ് ഭയങ്കരമായിട്ടും കൂടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രൈസ് കൂട്ടാൻ പറ്റുന്നില്ല, കാരണം കസ്റ്റമേഴ്സ് ഭയങ്കര പ്രൈസ് സെൻസിറ്റീവാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫൈനലി നമ്മൾ പറഞ്ഞു അവരുടെ അക്കൗണ്ടിങ് പോളിസി എന്താണ്, ഒരു ഹെൽത്ത് കെയർ പ്ലാൻ എന്നാണോ ഒരു കസ്റ്റമർ എടുക്കുന്നത് അന്നാണ് അവർ ആ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ വാട്ട് ഓൾ ആർ ദ ബിസിനസ് റിസ്ക് ഹിയർ? വെൽ, ലിറ്ററലി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ബിസിനസ് റിസ്ക് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എവിടെയും പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞാൽ വെറും ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, പ്യുവർലി ഓൺ ദ ബേസിസ് ഓഫ് അസംപ്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതായത് ഇപ്പം വെറുതെ ഇരുന്നിട്ട് ചിന്തിക്കുകയാണെന്നൊക്കെ നമ്മളോട് പറയില്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വെറുതെ ചിന്തിച്ചു കൂട്ടി ടെൻഷൻ അടിക്കാൻ നമ്മൾ പറയും. നടക്കൂല എന്ന് വലിയ ഉറപ്പുള്ളൊരു കാര്യമായിരിക്കും, എങ്കിലും നമ്മൾ വെറുതെ എക്സാം എങ്ങാനും ഞാൻ അങ്ങനെ ആയാലോ,
എക്സാമിന് എങ്ങാനും ഇങ്ങനെ സംഭവിച്ചാലോ, അത് ഇങ്ങനെ ആവുമല്ലോ എന്നുള്ള സെയിം തോട്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ എടുക്കേണ്ടത്. ആവശ്യമില്ലാണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആലോചിച്ചാൽ മതി. യു വിൽ ഗെറ്റ് ദ ബിസിനസ് റിസ്ക്. അതെങ്ങനെ കമ്പനിയുടെ ഇമ്പാക്ട് ചെയ്യും, കമ്പനിയുടെ റവന്യൂവിനെയോ പ്രോഫിറ്റിനെയോ ക്യാഷ് ഫ്ലോനെയോ അല്ലെങ്കിൽ കമ്പനിയുടെ ഗോയിങ് കൺസേണിനെയോ എന്നും കൂടി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ആലോചിച്ച് നോക്കുക, ഇവിടെ എന്തൊക്കെയാണ് ബിസിനസ് റിസ്ക് ഈ പറഞ്ഞേക്കുന്ന സാഹചര്യങ്ങൾ. ഞാൻ പറഞ്ഞു ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ചിലപ്പോൾ ആൻസേഴ്സ് വരാം, ബട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ആ റിലേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. കമ്പനിയുടെ ബിസിനസ് ഇതാണ്. ഓക്കെ, ഇവിടെ ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ എന്താണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്, അങ്ങനെയാണെങ്കിൽ അത് എന്തിലേക്ക് പോകും, ആ രീതി വേണം ആലോചിച്ച് നോക്കാനായിട്ട്. പറയേ എന്തൊക്കെയായിരിക്കും മക്കളെ? സോറി, അൺയൂഷ്വൽ പെറ്റ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അൺയൂഷ്വൽ പെറ്റ്സിന്റെ കേസിൽ എന്താ പ്രശ്നം? ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസും വെൽഫെയർ സ്റ്റാൻഡേർഡ്സും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, അൺയൂഷ്വൽ ആയിട്ടുള്ള പെറ്റ്സിനെ നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് അല്ലേ? സ്പൈഡർ, സ്നേക്ക്, റെപ്റ്റൈൽസ്, ഈ സാധനത്തിനൊക്കെ അതിന് എന്ത് വേണം എന്ന് പറഞ്ഞു? സ്പെസിഫിക് ആയിട്ടുള്ള കുറെ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ വെൽഫെയർ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഫോളോ ചെയ്യാനെന്ന് പറഞ്ഞു. ഓക്കെ, പറയൂ നിങ്ങളുടെ അസംഷൻസ് പറ. അവിടെ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? There can be chances that കമ്പനി ഇൻ കേസ് എങ്ങാനും കമ്പനി ഓപ്പറേഷൻസ് നടത്തുന്ന സമയത്ത് ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെൽഫെയർ സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ ഇമ്പോർട്ട് റെസ്ട്രിക്ഷനോ കമ്പനി കംപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? There can be possibility of having non compliance with law and regulation. അപ്പൊ അത് കാരണം കൊണ്ട് എന്ത് വരാം? Significant amount of penalties and fines ഉണ്ടാവാം. And there can also be chances of having operational difficulty for the company. In addition to which, ഏതെങ്കിലും വെൽഫെയർ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാണ്ടാണ് നമ്മൾ ബിസിനസ് നടത്തുന്നതെന്ന് പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ എഫക്ട് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി ബാക്കി ഫർദർ നിങ്ങൾ കൈനിട് ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക? നേരെ ഗോയിങ് കൺസേൺ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് വരണ്ട. അതായത് നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ അവിടെ എന്തൊരു സാധനം മിഡിലുണ്ട് സംഭവിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് പ്രോഫിറ്റബിലിറ്റിയിലേക്കൊക്കെ കസ്റ്റമേഴ്സ് പിന്നീട് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഈ പറയുന്ന സർവീസസ് ഒന്നും അവൈൽ ചെയ്യാണ്ടാവും അല്ലേ? അല്ലെ നമ്മൾ പറഞ്ഞു നമ്മുടെ കമ്പനിയുടെ പാക്കേജസ് ഒക്കെ 1 year ഉള്ള പാക്കേജസ് ഒക്കെ കസ്റ്റമേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ചിലപ്പം ഈ കോൺട്രാക്ട് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് റീഫണ്ട്സ് നമ്മളെ നിന്ന് വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ആ സിറ്റുവേഷൻ എന്താവും? കമ്പനിയുടെ ക്യാഷ് ഫ്ലോസ് അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ പറയാ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഹെഡിങ് കൊടുക്കുക, വെൽഫെയർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ്. നിങ്ങൾ എന്ത് പറയാ? നിങ്ങൾ പറയാ the company is operating in multiple segments, especially they sell unusual pet such as spiders, snakes and other reptiles, and this require compliance with specific import restrictions and welfare standards. നമ്മളോട് പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് നിങ്ങൾ പറയാ therefore in case if the company have not complied to any of the welfare standards, or there can also be chances that if the company is not familiar with any of the newly added standard, the non-compliance with law and regulation might result in significant amount of penalty and fines for the company. In addition to which, when there are significant non-compliance with law and regulation, reputation of the company might be affected. Since the company is operating in a highly sensitive market, there can be chances that in case of reputational damages, the existing customers will not be willing to visit back to the company. And in addition to which, since the company have already signed 1 year contracts with the customers, this might also be cancelled by the customers, which would affect significantly on company's revenue and cash flows. ഇതാണ് നമ്മൾ പറയാ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി വേറെ എന്തായിരിക്കും മക്കളെ ഇഷ്യൂ ഉണ്ടാവുക? ഡൗട്ട് ചോദിച്ചോ. 2 മാർക്കിന് ഇത്രയും പോയിന്റ്സ് എഴുതുന്ന കാര്യമുണ്ടോ? 2 മാർക്കിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ് ടു 2 മാർക്കാണ് അവിടെ കിട്ടുക. നമ്മൾ ആഡിക്വറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത്. അത് നമുക്ക് ക്ലിയർലി പറയാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഴുതിയത് ആദ്യം നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഫേസിലുള്ള എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു? ഞാൻ നേരെ ഈ ക്വസ്റ്റനിൽ തന്നെ വായിച്ച കാര്യങ്ങളാണ്, ശരിയല്ലേ? സോ വിച്ച് ആർ ദ ഐഡന്റിഫിക്കേഷൻ പാർട്ട് വിച്ച് യു കൻ ഡയറക്ട്ലി കോപ്പി പേസ്റ്റ്. പിന്നീട് നമ്മൾ അവിടെ പറഞ്ഞ മാത്രമേ ഉള്ളൂ എക്സ്പ്ലനേഷൻ, ആൻഡ് പിന്നീട് പറഞ്ഞ മാത്രമേ ഉള്ളൂ ഇമ്പാക്ട്. ലിറ്ററലി നമ്മളിപ്പോൾ പറഞ്ഞ ആൻസറിൻ്റെ അകത്ത് ഒരു അല്ലെങ്കിൽ 2 സെന്റൻസ് മാത്രമേ ഉള്ളൂ എക്സ്പ്ലനേഷൻ ആയിട്ട്, ഒരു സെന്റൻസേ ഉള്ളൂ ഇമ്പാക്ട് ആയിട്ട്. ബാക്കി ഐഡന്റിഫിക്കേഷൻ പാർട്ടായിരുന്നു വിച്ച് വാസ് ഡയറക്ട്ലി ഫ്രം ദ ക്വസ്റ്റൻ ഇറ്റ്സെൽഫ്. നമ്മൾ പറയുമ്പോൾ എന്തുള്ള പോലെ തോന്നുന്നേ ഉള്ളൂ. ഓക്കെ, then what else?
സ്റ്റാഫ് ട്രെയിനിങ് കോസ്റ്റ് സ്റ്റാഫ് ട്രെയിനിങ് കോസ്റ്റ്. ഓക്കെ, എന്തായിരിക്കും അവിടെ പറയാൻ പറ്റുക? അത് സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഉണ്ടാക്കും ക്യാഷ് ഫ്ലോ. അതായത് ഒരുപാട് എമൗണ്ട് വേണ്ടി വരും. ഇപ്പോൾ ഒരു സ്റ്റാഫ് മെമ്പർ പോയി കഴിഞ്ഞാൽ പുതിയ ആളെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഈ സ്റ്റാഫിനെ വീണ്ടും ട്രെയിൻ ചെയ്യേണ്ടി വരുമല്ലോ. ഓക്കെ, സോ സ്റ്റാഫ് ഒരുപാട് ട്രെയിനിങ് കോസ്റ്റ് ഉണ്ടാവും അല്ലേ? ഓക്കെ, വാട്ട് ഇഫ് ട്രെയിനിങ് ഇസ് നോട്ട് പ്രൊവൈഡഡ് ടു ദ സ്റ്റാഫ്? കസ്റ്റമേഴ്സിന് ക്ലിയർ ആയിട്ടുള്ള അഡ്വൈസസ് കൊടുക്കാൻ അവർക്ക് പറ്റൂല. അപ്പൊ കസ്റ്റമേഴ്സിന്റെ ഇതിൽ സാറ്റിസ്ഫാക്ഷൻ കുറയും. അപ്പൊ അവര് കമ്പനീനെ വിസിറ്റ് ചെയ്യുന്ന ഡിപ്പെൻഡൻസും കുറയും. ഓക്കെ ഓക്കെ, സോ ഫർദർ ഇമ്പാക്ട് എന്തായിരിക്കും? ലോജിക്കലി ആലോചിച്ച് നോക്ക്. സി, ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ സാധനം നമ്മൾ പെട്ടെന്ന് ഒറ്റയടിക്ക് വായിക്കുമ്പോൾ ആലോചിച്ചെടുക്കാൻ പറ്റുന്നതാണോ? ആണോ? ഫ്രാങ്ക്ലി പറഞ്ഞ ആണോ? ഒറ്റയടിക്ക് വായിക്കുമ്പോൾ ആലോചിക്കേണ്ടതാണോ? അല്ല. ഞാൻ എന്തുകൊണ്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത്? ബിക്കോസ് ഞാൻ ഓൾറെഡി ആൻസർ വായിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ പറഞ്ഞു കേൾപ്പിക്കുന്നത്. സോ നമ്മൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ വി ആർ ഫെമിലി വിത്ത് ദ പോയിന്റ്സ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണോ കിറ്റ് കണ്ടിട്ടുള്ള ആൻസർ അതിലേക്ക് എത്തിക്കാനായിരിക്കും ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവുക. ബട്ട് അൾട്ടിമേറ്റ്ലി അറ്റ് ദ ഫൈനൽ എക്സാം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമം നടത്തണം. മനസ്സിലായോ? അപ്പം നമ്മുടെ ഇതിന്റെ അകത്ത് നിങ്ങൾ പറയുന്ന സെയിം പാറ്റേണിൽ തന്നെയാണ് എക്സ്പ്ലനേഷൻ പോവുക. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. സി, നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റാഫിനെ നമ്മുടെ കമ്പനി റീറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് 7,000 എംപ്ലോയീസ് ആണ് നമ്മുടെ കമ്പനിയിലുള്ളത്. ആൻഡ് എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സും ഫുള്ളി ട്രെയിൻഡ് ആണ്. അവരാണ് കസ്റ്റമേഴ്സിന് അഡ്വൈസ് കൊടുക്കുന്നത് ആനിമലിന്റെ ന്യൂട്രീഷനെ കുറിച്ചും അതുപോലെ തന്നെ ജനറൽ ആനിമൽ ഹെൽത്തിനെ കുറിച്ചും. സോ നിങ്ങൾ പറഞ്ഞൊരു ആഡ് ഓൺ പോയിന്റ് ആണ്, നമുക്ക് പറയാം. നമ്മുടെ ഒരു പർട്ടിക്കുലർ സ്റ്റാഫ് പോയി കഴിയുമ്പോൾ നമ്മൾ അവർക്ക് അഡീഷണലി ട്രെയിനിങ് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് പ്രോപ്പർ അഡ്വൈസ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടാവും? സിഗ്നിഫിക്കന്റ് കോസ്റ്റ് ഉണ്ടാവും. സോ ഓട്ടോമാറ്റിക്കലി റിഡൻഡൻസി കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഹൈ ആയിരിക്കും. കാരണം ഒരു സ്റ്റാഫ് റിഡൻഡന്റ് ആയി പോയി കഴിഞ്ഞാൽ ന്യൂലി സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് സഫീഷ്യന്റ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ സിഗ്നിഫിക്കന്റ് എക്സ്പെൻസസ് ഇൻകർ ആവും. സോ യു ക്യാൻ മെൻഷൻ ദാറ്റ് പോയിന്റ്. ഇൻ അഡീഷൻ ടു വിച്ച് ഞാൻ നിങ്ങളോട് ചോദിച്ചു, വാട്ട് if appropriate advice is not provided by the staff members, or if we are not giving staff members with adequate training, എന്ത് സംഭവിക്കും? അവർ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ജനറൽ ആനിമൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും കൺവേ ചെയ്യുക. സോ പെറ്റ്സ് ആണ് അവർക്ക് കൊടുക്കുന്ന ഈ പറയുന്ന ഫുഡിന്റെ അകത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന അഡ്വൈസിന് അത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ഈവൻ ലീഡ് ടു ദ ഡെത്ത് ഓഫ് ദിസ് പെറ്റ്സ്. സോ റെഗുലേറ്ററി ഇഷ്യൂസ് ഉണ്ടാവാം. കസ്റ്റമേഴ്സ് നമുക്ക് എഗൈൻസ്റ്റ് ആയിട്ട് കംപ്ലൈൻസ് റേസ് ചെയ്യാം. അതാണ് നമ്മൾ പറയുന്ന പോസിബിലിറ്റി. ക്ലിയർ ആയോ? സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോ. സാർ ഇവിടെ ഇപ്പോ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞല്ലോ. ഏതാ? അതായത് പ്രോപ്പർലി ട്രെയിൻഡ് എന്നാണ് പറയുന്നത് ഓൾറെഡി അതെ, അതെ. സ്റ്റാഫ്. പക്ഷെ അപ്പൊ നമുക്ക് അത് വീണ്ടും തന്നെ അതിനോട് റിസ്ക് എഴുതാൻ പറ്റും. അതായത് ട്രെയിനിങ് കൊടുത്തിട്ടില്ല എന്നുള്ളത് വീണ്ടും പറയാൻ പറ്റും റിസ്ക് ആയിട്ട്. അത് നമ്മൾ എങ്ങനെയാണ് റിസ്ക് ആയിട്ട് പറഞ്ഞത്? നമ്മളിപ്പോ ഇങ്ങനെയാണ് പറഞ്ഞത്, ന്യൂലി അപ്പോയിന്റഡ് സ്റ്റാഫ് മെമ്പേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സിഗ്നിഫിക്കന്റ് എക്സ്പെൻസസ് ആവും. ഇപ്പൊ ഓൾറെഡി ഉള്ള സ്റ്റാഫ് പോയിട്ട് പുതിയ സ്റ്റാഫ് വരുന്ന സമയത്ത്, അതല്ലേ നിങ്ങൾ പറഞ്ഞ പോയിന്റ്? അപ്പൊ നമ്മൾ അതിന്റെ ആഡ് ഓൺ ആയിട്ട് എന്താ പറഞ്ഞത്? ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ കോസ്റ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഇമ്പാക്ട് ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത ഇഷ്യൂ എന്താ? വാട്ട് ഈസ് അതർ ഇഷ്യൂ ഹിയർ? ബിസിനസ് റിസ്ക് തന്നെ ചോദിക്കുന്നത്. സോ നമ്മൾ ഈ പർട്ടിക്കുലർ പാരഗ്രാഫ് കഴിഞ്ഞു. വാട്ട് അബൌട്ട് ദ വെറ്റിനറി ക്ലിനിക്സ്? എന്താ ഇഷ്യൂ? വെറ്റ്സിനെ പ്രോപ്പർലി ക്വാളിഫൈഡ് അല്ലാണ്ടാണ് എടുത്തെങ്കിൽ അത് ഇഷ്യൂസ് ഉണ്ടാക്കില്ലേ? കുറച്ച് മുന്നത്തെ പോലെ തന്നെ. സോ അത് ഒന്നെങ്കിൽ കമ്പൈൻ ചെയ്ത് പറഞ്ഞാലും മതി. വെറ്റ്സിന് അപ്രോപ്രിയേറ്റ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടാത്തവരാണ് വെറ്റ്സിനുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം, കമ്പനിക്ക് റെപ്യൂട്ടേഷൻ ഡാമേജസ് ഉണ്ടാവാം എന്നുള്ള കാര്യം പറയാം. ഓക്കെ, ഫൈൻ. അതർ ദാൻ ദാറ്റ് ഡയറക്ട്ലി ഇൻ റിലേഷൻ ടു ദ സിനാരിയോ നമുക്ക് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാവോ? വാക്സിനേഷന്റെ കോസ്റ്റ് കൂടിയത് നമ്മുടെ ഹെൽത്ത് കെയർ പ്ലാനിന്റെ പൈസ കൂട്ടാൻ നമുക്ക് പറ്റില്ല. കാരണം പ്രൈസ് സെൻസിറ്റീവ് ആണ് അവിടുത്തെ മാർക്കറ്റ്. ഓക്കെ, ഫൈൻ. പ്ലസ് പറഞ്ഞ പോയിന്റ് എക്സാക്ട്ലി കറക്റ്റ് ആണ്. അതായത് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് കൂടി എന്ന് പറഞ്ഞു. സോറി, കോസ്റ്റ് ഓഫ് നമ്മളെ സംബന്ധിച്ച് മെറ്റീരിയൽസ് ഇവിടെ പറയുന്ന വാക്സിനേഷൻസിന്റെ ഒക്കെ കോസ്റ്റ് ഭയങ്കരമായിട്ടും കൂടി. പക്ഷെ നമുക്ക് പ്രൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു പ്രശ്നമാണ്. ആൻഡ് ഇവർക്ക് അത് ഭയങ്കരമായ പ്രശ്നം ആവാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിനെ കുറിച്ച് ഇവിടെ എന്തെങ്കിലും പറയുന്നുണ്ട് ഓൾറെഡി? 10% കമ്പനിയുടെ റവന്യൂ. ഓക്കെ, 10% കമ്പനിയുടെ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഒരു വെറ്റിനറി ക്ലിനിക്സിൽ നിന്നാണ്. ഓക്കെ, പ്ലസ്
നമുക്ക് ഇത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണോ കറൻലി? കോസ്റ്റ് മാത്രമേ അത് കവർ ചെയ്യുന്നുള്ളൂ. യെസ്, നമ്മളോട് ഓൾറെഡി അവർ പറഞ്ഞു ഈ പറയുന്ന ഈ പെറ്റ് ഹെൽത്ത് കെയർ പ്ലാൻ എന്ന് പറയുന്ന എക്സ്ട്രീംലി പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാ? കസ്റ്റമേഴ്സിന് അത് ഹൈലി വാല്യൂ ആഡിങ് ആണ് അല്ലേ? ഇറ്റ്സ് എ ഗുഡ് വാല്യൂ ഫോർ മണി ഫോർ കസ്റ്റമേഴ്സ് എന്നാണ് പറഞ്ഞത്. ഡസൻ മീൻ ദാറ്റ് കമ്പനിക്ക് ഹൈലി ഫീസിബിൾ ആണെന്നല്ല പറഞ്ഞത്. ആൻഡ് ആഡിങ് ടു ദാറ്റ് കറന്റ്ലി കോസ്റ്റും ഭയങ്കരമായിട്ടും കൂടി എന്ന് പറഞ്ഞു. നമുക്ക് പ്രൈസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നുമില്ല. സോ വാട്ട് ഇഫ് ഫർദർ കോസ്റ്റിൽ ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? കമ്പനിന്റെ കയ്യിലുള്ള Profitability. cash ഓട്ടോമാറ്റിക്കലി കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ അഫക്ട് ചെയ്യും. കാരണം എന്താ? കമ്പനിയുടെ ഒരു മേജർ പാർട്ട് ഓഫ് റവന്യൂ കിട്ടുന്ന ഈ ഒരു പർട്ടിക്കുലർ സ്ട്രീമിൽ നിന്നാണ്. ആൻഡ് ഇനിയും കോസ്റ്റ് കൂടി കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് ആ ഒരു പർട്ടിക്കുലർ ക്ലിനിക്കൽ സർവീസ് എന്ന് പറയുന്നത് എന്തായാവും? ലോസ് മേക്കിംഗ് ആയി മാറും. ശരിയല്ലേ? ആൻഡ് കമ്പനിക്ക് ഫ്യൂച്ചറിലും പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഓൾറെഡി അവർ പറഞ്ഞു കസ്റ്റമേഴ്സ് പ്രൈസ് സെൻസിറ്റീവ് ആണെന്ന്. സോ ഇൻ കേസ് എങ്ങാനും ഫ്യൂച്ചറിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? കസ്റ്റമേഴ്സ് മൈറ്റ് സ്വിച്ച് അല്ലെ, വേറെ സപ്ലയേഴ്സിന്റെ അടുത്തേക്ക്, അതായത് വേറെ വെറ്റിനറി ക്ലിനിക്സിലേക്ക് പോവാം. സോ ഇറ്റ് മൈറ്റ് അഫക്ട് ദ ക്യാഷ് ഫ്ലോ ആസ് വെൽ ആസ് റവന്യൂ ഓഫ് ദി കമ്പനി. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? Yes, sir. Yes, sir. അപ്പൊ ഇതായിരിക്കും നമ്മൾ ഇവിടെ പറയുന്ന ബിസിനസ് റിസ്ക്. Then is there any risk of material misstatements here? റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ അസംഷൻസ് ഒന്നും ഇടണ്ട. കാരണം നമുക്കറിയാം നമ്മളോട് ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചോദിക്കുന്നത് തന്നെ സിഗ്നിഫിക്കന്റ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് സിനാരിയോ ബേസ്ഡ് ആയിട്ട് എന്താണോ ശരിക്കും നമ്മൾ അഫക്ട് ചെയ്യുന്ന കാര്യം അതേക്കുറിച്ച് എംഫസൈസ് ചെയ്താൽ മതി. ഓക്കെ, പറയും എന്താ ഇവിടെ ഉണ്ടാവുന്ന റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്? Revenue recognition. റവന്യൂ റെക്കഗ്നേഷൻ. ഓക്കെ, സോ ആസ് പെർ റവന്യൂ റെക്കഗ്നേഷൻ പറയും എപ്പോഴാണ് നമുക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക? Performance obligations. Performance satisfied. obligations. Basic treatment as per IFRS 15, revenue should be recognized only when performance obligation, all the performance obligation in relation to the contract are being satisfied. Till the date, നമ്മൾ revenue എന്ത് ചെയ്യണം? deferred income. Deferred income Deferred ആയിട്ട് income ആയിട്ട് treat കാണിക്കണം. ചെയ്യണം. Okay. കമ്പനിക്ക് ഇവിടെ കറന്റ്ലി കമ്പനിയുടെ കോൺട്രാക്ട് പ്രകാരമുള്ള പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്താ? എന്തായിരുന്നു Annual കമ്പനിയുടെ plan. Quarterly health checkups. കമ്പനി കറന്റ്ലി കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്താണ്? കമ്പനിക്ക് പലതരത്തിലുള്ള ക്വാർട്ടർലി ഹെൽത്ത് ചെക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഈ ക്വാർട്ടർലി ഹെൽത്ത് ചെക്കിന് വേണ്ടിയിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? പ്ലാൻസ് ഓഫർ ചെയ്യുന്നത്. ആൻഡ് കമ്പനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും ഈ റവന്യൂ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? Over a period of ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലെ, ലിറ്ററലി. കാരണം ക്വാർട്ടർലി ഹെൽത്ത് കെയർ പ്ലാൻ ആകുമ്പോഴത്തേനും അവിടെ മൾട്ടിപ്പിൾ ടൈം എന്ത് ചെയ്യുന്നുണ്ടാവും? വിസിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം മൾട്ടിപ്പിൾ വിസിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആയിരിക്കണം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സിംഗിൾ വിസിറ്റ് മാത്രം ഉണ്ടെങ്കിൽ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ആയിരിക്കണം ചെയ്യുന്നത്. ബട്ട് കമ്പനി റവന്യൂ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യുന്നതെന്നാ പറഞ്ഞത്? Plan എടുക്കണം. പ്ലാൻ എപ്പോഴാണോ എടുക്കുന്നത് അന്നേരം എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? ദ കമ്പനീസ് അക്കൗണ്ടിംഗ് പോളിസീസ് ടു റെക്കഗ്നൈസ് റവന്യൂ വെൻ ദ സെയിൽ ഓഫ് ദി ഹെൽത്ത് കെയർ പ്ലാൻ ഓൺ ദ ഡേ വെൻ ദ ഹെൽത്ത് കെയർ പ്ലാൻ കമൻസസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും സംഭവിക്കുക? Revenue overstated ആവും. നേരെ പറയല് റവന്യൂ പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആണ് അവർ എന്ത് ചെയ്യുന്നത്? റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് എന്ത് സംഭവിക്കുന്നു പറയാം? റവന്യൂ വിൽ ബി overstated and the related deferred income will be understated. Clear ആയോ? ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പറയാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ യു ഹാവ് ടു മിക്സ് അപ്പ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വിത്ത് ദ സിനാരിയോ. നമുക്ക് ഇവിടെ എങ്ങനെയായിരിക്കും പറയാൻ പറ്റുക? വെൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ റവന്യൂ റെക്കഗ്നേഷൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ആണോ? ആണോ? Yes. ഡെഫിനറ്റ്ലി ഇറ്റ്സ് മെറ്റീരിയൽ. കാരണം എന്താ? 10% നമ്മുടെ കമ്പനിയുടെ 10%. ടോട്ടൽ റവന്യൂന്റെ 10% ഈ ഒരു ആനുവൽ ഇൻകം പ്ലാനിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. സോറി, ക്വാർട്ടർലി പ്ലാനിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും സംഭവിക്കുക? അത് മെറ്റീരിയൽ ആണ്. കാരണം ടോട്ടൽ റവന്യൂന്റെ 0.5% മേലെ വരുന്ന എല്ലാം മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇത് എന്തായിരിക്കും? മെറ്റീരിയൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് മെറ്റീരിയൽ ആണെന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ പറയാം ആസ് പെർ IFRS 15 റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ് revenue should be recognized when the performance obligations relating to the contract are satisfied. Till the date, revenue should be treated as deferred income. നിങ്ങൾ പറയാ M company offers multiple healthcare plan to the customers and the wait a second. Yeah, multiple healthcare plan for the customers, and they also provide quarterly health check packages which are extremely good value for money to the customers. Therefore, most of the revenue of the company is being accounted from the sale of quarterly packs.
And as per IFRS 15, the company should have recognized revenue only when the performance obligation in relation to the healthcare check are completed over the period of time. However, the company's accounting policy is to recognize revenue from the sale of healthcare plan on the date when the healthcare plan commences. So the revenue are recognized before the performance obligation in relation to the contract with the customers are satisfied. Therefore, the revenue will be overstated and the deferred income of the company will be understated. Clear ആയോ? Yes, sir. Yes, sir. Okay. So ഇതായിരിക്കും നമ്മൾ അവിടെ പറയുന്നുണ്ടാവുക. അപ്പം അതാണ് നമുക്ക് മെയിൻലി അവിടെ പറയാനുള്ള റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആസ് ഓഫ് നൗ. വേറെ എന്തെങ്കിലും ഡയറക്ട്ലി നമ്മളോട് സിനാരിയോനെ ബേസ് ചെയ്ത് പറയുന്നുണ്ടോ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്? Segmental reporting. ഓക്കെ, സെഗ്മെന്റൽ റിപ്പോർട്ടിങ്ങിന്റെ കേസ് നമുക്ക് പറയാം. ഓക്കെ, സെഗ്മെന്റൽ റിപ്പോർട്ടിങ്ങിന്റെ കേസ് നമുക്ക് എന്താ പറയാൻ പറ്റുക ഇവിടെ? 10% കമ്പനിയുടെ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ പ്രൈമറിലി പറയേണ്ടത് എന്താ? ലിസ്റ്റഡ് കമ്പനി അല്ലേ? ഇറ്റ്സ് എ ലിസ്റ്റഡ് കമ്പനി, അതാണ് നമ്മൾ പറയേണ്ടത്. M company is a listed company and they are having multiple operating segments, which includes ഏതൊക്കെയാ? Veterinary clinic services, വേറെ ഏതൊക്കെയായിരുന്നു? Selling of pet related products and animals. And out of which more than 10% of the company's revenue is contributed directly by the veterinary clinics. Therefore, it should be treated as a separate operating segment, and adequate amount of disclosures have to be provided in the financial statements in accordance with standard IFRS 8. Okay, IFRS 8 operating segments. Risk and the however, there can be chances that Adequate disclosures the company might not have given adequate disclosure in relation to the operating segments in the company's financial statements, which will result in material mistakes in the disclosures to the financial statements. Clear? Yes. Yes, sir. Okay. So. ഈ ഡിസ്ക്ലോഷേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ആസ് പെർ IFRS 8 പ്രകാരം ഡിസ്ക്ലോഷേഴ്സ് മെൻഷൻ ചെയ്യാൻ മാത്രം പറഞ്ഞാൽ മതി? ഓപ്പറേറ്റിംഗ് സെഗ്മെന്റിന്റെ ഒക്കെ കേസിൽ ഡിസ്ക്ലോഷേഴ്സ് മെൻഷൻ ചെയ്യണമെന്ന് മാത്രം എഴുതിയാൽ മതി. ഇപ്പം നമുക്കിപ്പം കാരണം ഓപ്പറേറ്റിംഗ് സെഗ്മെന്റിന്റെ കേസിൽ സെഗ്മെന്റൽ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാന്നുള്ളതാണല്ലോ. പക്ഷെ when it comes to standards like IAS 24 റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഒക്കെ പോലുള്ളത് വരുമ്പോൾ ഇവർ പറയും ജസ്റ്റ് അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം പറയും. അപ്പൊ നമ്മൾ പറയും ജസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്താൽ പോരാ, IAS 24 പ്രകാരം നേച്ചർ ഓഫ് റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ്, ട്രാൻസാക്ഷൻ വിത്ത് റിലേറ്റഡ് പാർട്ടി, ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസസ്, ഇതെല്ലാം കാണിക്കണം എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ അതെടുത്ത് പറയാം. മനസ്സിലായോ? അതിനകത്ത് ഒരു 1-2 പോയിന്റ് മാത്രം പറഞ്ഞാൽ ഉപയോഗിക്കുക. അതായത് 1-2 പോയിന്റ് എന്നല്ല, ഇപ്പൊ ജനറൽ റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ പോയിന്റ്സ് ഇഫ് പോസിബിൾ സമ്മറൈസ് ചെയ്ത് പറയാം. ഓൺ ദ അതർ ഹാൻഡ് ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ട്രീറ്റ്മെന്റിന്റെ ഒരു ഏരിയ മാത്രം മിസ്റ്റേറ്റഡ് ആയതിനെ കുറിച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണോ മിസ്റ്റേറ്റഡ് ആയത് അതിന്റെ ശരിക്കുള്ള ട്രീറ്റ്മെന്റ് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഒരു ഡൗട്ടുണ്ട്. ഡിസ്ക്ലോഷേഴ്സില് അതിൽ ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് യൂസേഴ്സിന്റെ ഡിസിഷൻ അഡ്വേഴ്സിലി ബാധിക്കുന്ന എഴുതാൻ പറ്റുമോ? യൂസേഴ്സിന്റെ ഡിസിഷനെ അഡ്വൈസ് ഇപ്പം ഓപ്പറേറ്റിംഗ് സെഗ്മെന്റിന്റെ അതിപ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, ഇഫ് സംതിങ് ഈസ് റിലേറ്റിംഗ് ടു ദ കമ്പനീസ് ഗോയിങ് കൺസേൺ, അൺസർട്ടനിറ്റി, അതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് പറയാം. മനസ്സിലായോ? ഇപ്പൊ ഒരു എന്താ പറയാ ഓപ്പറേറ്റിംഗ് സെഗ്മെന്റിന്റെ ഡിസ്ക്ലോഷർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യില്ല, ഇപ്പം ഫണ്ടമെന്റൽ അക്കൗണ്ടിംഗ് ഡിസ്ക്ലോഷർ ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. മനസ്സിലായോ? റിലേറ്റഡ് പാർട്ടിയുടെ സോറി ഗോയിങ് കൺസേണിന്റെ കേസ് ഒക്കെ ആണെങ്കിൽ പറയാം. ഓക്കെ സർ, ഇപ്പൊ നമ്മ ഈ ആൻസർ ഫ്രെയിം ചെയ്തപ്പോ ആസ് പെർ IFRS 8 എന്ന് എഴുതിയില്ലേ, അത് എഴുതണം നിർബന്ധമില്ലല്ലോ. അപ്പൊ എങ്ങനെ എഴുതേണ്ടത്? നമ്മള് as per standards എഴുതിയാൽ മതി, as per IFRS എഴുതിയാൽ മതി, അല്ലെങ്കിൽ as per accounting standards എഴുതിയാൽ മതി. ഓക്കെ സർ, ഇവിടെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എഴുതാൻ പറ്റുമോ? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എഴുതാൻ പറ്റും. അതിലേക്ക് വരുവാ നമ്മൾ അതിൻ്റെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കി നമുക്ക് എന്തൊക്കെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുന്നത്. കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനിയുടെ റവന്യൂ കൂടിയിട്ടുണ്ട്. സോ ട്രൈ ടു ഫിഗർ ഔട്ട് ദ ട്രെൻഡ് ബിറ്റ്വീൻ ദ ഇൻക്രീസ് ഇൻ റവന്യൂ ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഇഫ് ഇറ്റ്സ് ദയർ. പക്ഷെ ഇവിടെ കോസ്റ്റ് ഓഫ് സെയിൽസ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റവന്യൂവിൽ വന്നേക്കുന്ന ഇൻക്രീസിനെ കുറിച്ചിട്ട് ആദ്യമേ പറയാം. സോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഇൻക്രീസ് ഇൻ റവന്യൂവിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുന്നേ പറഞ്ഞ റവന്യൂ അനാലിസിസിൻ്റെ അത് നമുക്ക് മെൻഷൻ ചെയ്യാം. അതർ ദാൻ ദാറ്റ് നമുക്ക് ഇവിടെ മെയിൻലി വേണ്ടത് എന്താണ്, വർക്കിംഗ് നോട്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ്. സോ ഫസ്റ്റ്
assets relating to the stores purchased from Lakewell എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. It's 171. So we'll refer to note number 1. So to expand into new location, 20 stores were purchased from Lakewell Company, a clothing retailer, on 1st May 2015. At a cost of 171 million, Mercury Company purchased the stores using cash reserves. Lakewell Company was facing going concern problem and offered stores for sale as part of restructuring program. The stores need to be completely refitted at an estimated cost of 9 million each. Mercury Company's management has not yet decided how many of the stores will be retained for use in the business. Any which are not retained will be sold. The stores will be refitted during the period November 2015 to Jan 2016. So, നമ്മുടെ ഇയർ എൻ്റെ ഏതായിരുന്നു നമ്മളോട് പറഞ്ഞത്? It's 30th September 2015 അല്ലേ? അപ്പം നമ്മളോട് ഈ റീഫർബിഷ്മെന്റ് വർക്ക് നടക്കും എന്ന് പറഞ്ഞേക്കുന്ന എപ്പോഴാ? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഇയർ എൻഡ് ആണ്. നവംബർ 2015 ടു ജാൻ ആണ്. ആൻഡ് ഇവർ ഈ അക്യൂസിഷൻ നടത്തിയേക്കുന്നു ഇറ്റ്സ് വിത്തിൻ ദ കറണ്ട് ഇയർ അല്ലേ? മെയിലാണ് അക്യൂസിഷൻ നടത്തിയേക്കുന്നത്. നമ്മൾ വരുന്നതിന് തൊട്ട് മുന്നെയാണ് അക്യൂസിഷൻ നടത്തിയേക്കുന്നത്. ഇറ്റ്സ് വിത്തിൻ ദ കറണ്ട് ഇയർ. അപ്പോൾ അവർ 20 സ്റ്റോഴ്സ് ആണ് പർച്ചേസ് ചെയ്തേക്കുന്നത് ലേക്വെൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന്. ആൻഡ് ഇറ്റ്സ് ഫോർ എ കോസ്റ്റ് ഓഫ് 171 million. അപ്പോൾ 20 സ്റ്റോഴ്സ് 171 million വാങ്ങി. ഇനി അവർ എന്ത് ചെയ്യാൻ പോവാണ്? അത് റീഫിറ്റ് ചെയ്യാൻ പോവാണ്. കാരണം ഇത് ഓൾറെഡി ഉള്ളത് എന്താണെന്ന് പറഞ്ഞു, വേറെ എന്തോ സ്റ്റോർ ആണെന്നല്ല പറഞ്ഞിരുന്നോ? ഓക്കെ, ക്ലോത്തിങ് റീറ്റെയിലർ ആണ്. നമ്മൾ പെറ്റ് സ്റ്റോർ ആയിട്ട് അത് റീഫിറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് 9 million ഈച്ച് വെച്ചിട്ട് കോസ്റ്റ് വരും എന്ന് പറഞ്ഞു. അപ്പൊ കോസ്റ്റ് എത്രയാണ് നമ്മുടെ മൊത്തം വരിക? കോസ്റ്റ് എത്ര വരിക? 9 million വെച്ചിട്ടാണ് പെർ യൂണിറ്റ് നമുക്ക് വരിക. ഇൻറ്റു വി ഹാവ് 20 സ്റ്റോഴ്സ്. അപ്പൊ എത്ര വരിക? 180. It's 180 million അല്ലേ? ഓക്കെ, പറ എന്താ ബിസിനസ് റിസ്ക്? What will be the business risk in this scenario? Sorry? Cash reserve എടുക്കണം. അപ്പോൾ ലിക്വിഡിറ്റി ചാൻസ് ഉണ്ട്. ഓക്കെ, ക്യാഷ് നമുക്ക് വേണ്ടതായിട്ട് വരും. സോ ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഫൈൻ. നിങ്ങൾ സിനാരിയോക്കകത്തുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പറഞ്ഞോ. കമ്പനി എന്നത്തേക്ക് റീഫർബിഷ്മെന്റ് നടത്തുമെന്ന് പറഞ്ഞേക്കുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് 6 months ആണ് അല്ലേ? അല്ല, 6 months ഇല്ല, നവംബർ ഡിസംബർ ജനുവരി 3 മാസത്തിനുള്ളിലാണ് ഫുൾ റീഫർബിഷ്മെന്റ് ചെയ്യും. അല്ലെ റീഫർബിഷ്മെന്റ് ചെയ്യാൻ പറ്റാത്തൊക്കെ അവർ വിൽക്കും എന്ന് പറഞ്ഞേക്കുന്നത്. ഓൾ പോസിബിൾ അസംഷൻസ് പറ. റീഫിറ്റ് ചെയ്താലും അവിടെ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ അതിനെ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നറിയില്ലല്ലോ. റീഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ സ്റ്റോറിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയില്ല. കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? എക്സിസ്റ്റിംഗ് ബിസിനസിനെ അവർ നോക്കും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അതായത് അവർക്ക് ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാണ്ട് വരും? എക്സിസ്റ്റിംഗ് ബിസിനസിനെയും അത് അഫക്ട് ചെയ്യും. ശരിയല്ലേ? ഓക്കെ, അതായത് മക്കളെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, നമ്മൾ ഓൾറെഡി ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ സിമിലർ റിസ്ക് അല്ലേ? നമ്മുടെ നോട്ട്സിൽ തന്നെ നമ്മൾ തന്നിട്ടുള്ള കാര്യമാണിത്. അതായത് വെൻ എ കമ്പനി ഈസ് ഗോയിങ് ഓൺ ഫോർ ഡൈവേഴ്സിഫിക്കേഷൻ ഓർ ഫോർ റാപ്പിഡ് ഗ്രോത്ത്, അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? When a company is expanding rapidly, they will not be able to properly focus on their current business. അപ്പം അവിടെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കസ്റ്റമേഴ്സിന് നമുക്ക് വെൽഫെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ ബിസിനസിൻ്റെ അകത്ത് നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് അതിന് മേലെ എംഫസൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ ന്യൂ ബിസിനസ്സും അഫക്റ്റഡ് ആവും, എക്സിസ്റ്റിംഗ് ബിസിനസ്സും അഫക്റ്റഡ് ആവും. സോ യു ക്യാൻ മെൻഷൻ ദാറ്റ്. രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഓൾറെഡി വി ഹാഡ് മെയ്ഡ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 171 million അല്ലേ? അതിനെ ബേസ് ചെയ്ത് പറ എന്തായിരിക്കും റിസ്ക് ഉണ്ടാവുക? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള നേരത്തെ എന്തായിരുന്നു? നമുക്ക് പറഞ്ഞൂടെ? അതായത് ഒരു കമ്പനി, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പുതിയതായിട്ട് ബ്രാൻഡ് വാങ്ങിച്ചു, പുതിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്തു, പുതിയ അസറ്റ് വാങ്ങിച്ചു, എന്ത് ചെയ്തു എന്ന് പറയുമ്പോഴും when there is a significant investment, there can be chances of having working capital difficulty for the company, അല്ലെങ്കിൽ cash flow difficulties face ചെയ്യും എന്നുള്ള പറയാം. Especially here they have mentioned that they were using all their cash reserves for the purchase of the investment. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും സംഭവിക്കുക? ആ ന്യൂ ലൊക്കേഷനിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് 20 സ്റ്റോഴ്സിന് വേണ്ടിയിട്ട് 171 million ക്യാഷിൽ നിന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ക്യാഷ് റിസർവ്സിൽ നിന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ
കമ്പനിക്ക് വേറെ എന്തെങ്കിലും ഏർജന്റ് റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ ദേ വോണ്ട് ബി ഏബിൾ ടു മീറ്റ് ദാറ്റ്. ഓക്കെ, പിന്നെ ഇവര് പറയുന്നുണ്ട് അടുത്ത 3 മാസം. 171 പറഞ്ഞു. 170 മില്യൺ ക്യാഷിൽ രണ്ട് സൈഡിലും ഇല്ലല്ലോ, 2 ഇയറിലും. അത് അവർ വേറെ റിസർവ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവുന്നുണ്ടാവാം. ഓക്കെ, നമ്മളോട് എക്സ്പ്രസ്ലി എടുത്തു പറഞ്ഞില്ലേ നമ്മളോട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് വേറെ പറയാൻ പോകണ്ട. അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇവിടെ അല്ല വരിക, അതവിടെ വരിക, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റിലാണ് വരിക. ഏതാ? അല്ല, ഈ 171 മില്യൺ എന്നുള്ളത് ഈ ഫസ്റ്റ് മെയ് 2015 പർച്ചേസ് അല്ലേ? അതുകൊണ്ടായിരിക്കും ഈ വർഷത്തെ മാത്രം ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ വർഷത്തെ കാണിക്കാൻ. അല്ല, അത് കുറച്ചു മുന്നേ എൻ്റെ അടുത്ത് ചോദിച്ച ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൻ്റെ അത് അങ്ങനെയാണ് പ്രീവിയസ് ഇയറിൽ അത് കാണിക്കണ്ടേ 171. അതായത് അത് ക്യാഷ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽസിൽ കാണിക്കണമല്ലോ. അതാണ് ഉദ്ദേശിച്ചത്, അതാ ചോദിച്ചത്. ഓക്കെ, അതിന് മേലെ എംഫസൈസ് ചെയ്യണ്ട, ഈ പോയിന്റ് തന്നെ കണ്ടിന്യൂ ചെയ്തു. വേറെന്താ ഇഷ്യൂ? നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താ വീണ്ടും ഫേർദർ? കമ്പനി എന്ത് ചെയ്യാൻ പോവാന്ന് പറഞ്ഞേക്കുന്നത് ഈ സാധനം വെച്ചിട്ട്? നമ്മൾ സെല് ചെയ്യാൻ വിചാരിക്കുന്ന പർച്ചേസ് ഈ ഒരു വാല്യൂന് സെല് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ലോസ് ഓഫ് റവന്യൂ ഉണ്ട് എന്ന് പറയുന്നത്. ലോസ് ഓഫ് റവന്യൂ അല്ല, നമുക്ക് റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്തത്രയും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? അപ്പം ലോസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. അതായത് നമ്മൾ ഈ പറയുന്ന ഓരോ സ്റ്റോർ എടുത്ത് വിൽക്കാൻ നോക്കുമ്പോൾ അത് വിൽക്കാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ബയേഴ്സിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സപ്പോസ് എങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത സെല്ലിംഗ് പ്രൈസ് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലോ നമുക്ക് എന്ത് ചെയ്യും? ലോസ് ഉണ്ടാവും. അത് പറയാം, ഫൈൻ. അതർ ദാൻ ദാറ്റ് ഇവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഇല്ല, അതിലേക്കൊന്നും പോലെ ബിസിനസ് റിസ്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബിസിനസ് റിസ്ക് നമ്മൾ പറയുന്നത്. ഓക്കെ, സോറി, കമ്പനി 180 മില്യൺ വേണമല്ലോ എക്സ്ട്രാ ഇതിന് 20 സ്റ്റോറിന് 9 മില്യൺ വെച്ചിട്ട്. അതെ, ക്യാഷ് ബാലൻസ് ആകെ 46 മില്യണേ ഉള്ളൂ. ഗുഡ്. സോ ദാറ്റ് ഈസ് ദ വൺ വിച്ച് വി വെയർ യെറ്റ് ടു ഡിസ്കസ്. നമ്മളിവിടെ പ്രൊവിഷന്റെ കേസ്, ഇവന്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ് ഇതൊന്നും പറയണ്ട. ബിക്കോസ് എന്താണ്, വി ആർ നോട്ട് ഡിസ്കസിങ് അബൌട്ട് ദ തിങ്സ് ദാറ്റ് അഫക്ട് ദ ഫിനാൻഷ്യൽസ്. നമ്മൾ പറയുന്ന ബിസിനസ് റിസ്ക് മാത്രമാണ്. അവിടെ ഇതൊന്നും വരില്ല. അവിടെ വരുന്ന വാലിഡ് പോയിന്റ് ഏതാ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് they have 20 stores in hand and they require 9 million each for the refitment, and out of which the company is having only 36 cash and cash equivalents within their company for the whole company. അതിൽ 180 മില്യൺ വേണം എന്നാണ് പറയുന്നത് അടുത്ത 3 മാസത്തിൽ എക്സ്പാൻഷൻ നടത്താൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേനും നമുക്ക് ശരിക്കും ഇപ്പൊ എത്ര സ്റ്റോഴ്സ് മാത്രമാണ് റീഫിറ്റ് ചെയ്യാനായിട്ടുള്ള ക്യാഷ് ഉള്ളത്? 36 divided by 9 എത്രയാ? 4 ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 4 എണ്ണം മാത്രമാണ് ചെയ്യാനായിട്ട് പറ്റുക, ശരിയല്ലേ? ഓക്കെ, സോ ബാക്കി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ആൻഡ് വാട്ട് if we have spent the total cash and cash equivalents of 36 million for the investment, കമ്പനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതെല്ലാം കൂടെയാണ് നിങ്ങൾ പറയേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, വീണ്ടും ഫർദർ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. നിങ്ങൾ എന്ത് പറയാ? ആൻഡ് കമ്പനിക്ക് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. എന്തായിരിക്കും? either they need to take a bank loan or അവർ ഷെയർസ് റേസ് ചെയ്യണം. ബട്ട് ബാങ്ക് ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി അവരുടെ ബാങ്ക് ലോൺ എന്ത് ചെയ്തിട്ടുണ്ട്? സിഗ്നിഫിക്കൻ്റ്ലി കൂടിയിട്ടുണ്ട്. ഇനിയും അതുപോലെ തന്നെ കറണ്ട് ഇയർ ഗിയറിംഗും കൂടിയിട്ടുണ്ട്. ഇനിയും ലോൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വീണ്ടും ഫർദർ ലോൺ കൂടും. ഫർദർ ലോൺ കൂടിക്കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ലോൺ കോവനൻസ് ബ്രീച്ച് ആവാൻ ചാൻസ് ഉണ്ട്. സ്ഥിരം പറയാറുള്ള പോയിന്റിൽ നമ്മള്. സോ ടോട്ടൽ ലോൺ എന്ത് ചെയ്യേണ്ടി വരും? ഓൾറെഡി ഉള്ളതും കൂടെ തിരിച്ചടക്കേണ്ടതായിട്ട് വരും. സോ കമ്പനിക്ക് കറന്റ് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല. കമ്പനി അൺസർട്ടനിറ്റി ഫേസ് ചെയ്യും. ക്ലിയർ ആയോ? Is that clear everyone? So that's a business risk there. So onwards അത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. മനസ്സിലായോ എല്ലാവർക്കും? Yes, sir. Okay. So what will be the risk of material misstatement here? Risk of material misstatement എന്താ ഇവിടെ? So seriously ഇവിടെ ഒരു നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആയിട്ടുണ്ടോ? ഇല്ല, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് എ പ്ലാൻ അല്ലേ? അവർ ഓൾറെഡി ദേ ഹാവ് ഡൺ ആൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അവർ പ്ലാൻ ചെയ്യണം അടുത്ത വർഷം നമുക്ക് ഇതിന്റെ മേലെ കുറെ കൂടെ കാശ് മുടക്കണം എന്ന്. ഇറ്റ്സ് നത്തിങ് ദാറ്റ് അഫക്ട്സ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആസ് ഓഫ് നൗ. അതുകൊണ്ട് തന്നെ അവിടെ IAS 10 ട്രീറ്റ്മെന്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യണം നിർബന്ധമില്ല. ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നല്ല, ചെയ്യണ്ട. പിന്നെ അതർ ദാൻ ദാറ്റ് ബേസിക് ട്രീറ്റ്മെന്റ് നിങ്ങൾ പറയും.
സെയിൽസ് നടക്കാത്ത ഈ സ്റ്റോഴ്സിന് അവർക്ക് ഹെൽഡ് ഫോർ സെയിലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കാണിക്കേണ്ടി വരും. അത് കാണിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, നേരെ തിരിച്ച് അല്ലേ, സെയിൽ നടക്കാൻ സാധ്യതയുള്ളതിനെ നമ്മൾ എന്താ പറയേണ്ടത്? The company have invested in 20 stores at a cost of 171 million. And there can be chances that the company might have treated the total 171 million as PPE for the company. But as we know, the company is planning to retain only some of the stores and they are planning to dispose of rest. So company ഏതൊക്കെയാണോ ഡിസ്പോസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അതിനെ കമ്പനി എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത്? വിത്തിൻ 1 ഇയറിനുള്ളിൽ ഡിസ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യേണ്ടത്? IFRS 5 നോൺ കറന്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. അതിന്റെ ട്രീറ്റ്മെന്റ് പറയാ. അതായത് ഏതൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ നോൺ കറന്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്? കമ്പനിക്ക് എന്തുണ്ടാവണം? ക്രൈറ്റീരിയസ് പറ. ഓക്കെ, പ്രോബബിൾ സെയിൽ ആയിരിക്കണം. കമ്പനി ആക്റ്റീവ്ലി എന്ത് ചെയ്യുന്നുണ്ടാവണം? പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ അസറ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നുണ്ടാവണം. ദെൻ വിത്തിൻ നെക്സ്റ്റ് 12 മന്തിനുള്ളിൽ സെയിൽ നടക്കണം. ആക്റ്റീവ് ബയറിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഈ സെയില് പിന്നീട് അവർ കോൾ ബാക്ക് ചെയ്യാനും പാടില്ല. ഈ കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ അവർ എന്ത് ചെയ്യുക? IFRS 5 പ്രകാരം നോൺ കറന്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഫെയർ വാല്യൂലെസ് കോസ്റ്റ് സെല്ല് വേണം കാണിക്കാനായിട്ട്. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? കമ്പനി മൊത്തം അസറ്റിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും? PP ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഓട്ടോമാറ്റിക്കലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് അത് മിസ്ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. ഫെർദർ നിങ്ങൾക്ക് പറയാം, ഈ IFRS 15 ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടില്ല, IFRS 5 ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടില്ല, കമ്പനിയുടെ ഒരു ലേറ്റർ ഓൺ ഡേറ്റിലാണ് ഇതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനി അതുവരെ കോൺട്രാക്ച്വൽ ക്യാഷ് ഫ്ലോസ് ഇതിൽ നിന്ന് കളക്ട് ചെയ്യായിരിക്കും ചെയ്യുക. അപ്പം അതിനെ എങ്ങനെ വേണം ട്രീറ്റ് ചെയ്യാൻ? കണ്ടിജന്റ് അസറ്റോ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? IAS 40 കോൺട്രാക്ച്വൽ ക്യാഷ് ഫ്ലോസ് കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആയിട്ട് വേണ്ടി ട്രീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? കമ്പനി അപ്രോപ്രിയറ്റ്ലി അതും കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സോറി, നമ്മൾ എടുത്തതിന്റെ ആണോ? അതും സബ്സീക്വന്റ് പോയിന്റ്സ് ആയിട്ട് പറയാം. ഇനീഷ്യൽ റെക്കഗ്നീഷന് ശേഷമുള്ള പോയിന്റ് ആയിട്ട് പറയാം. ഏതൊക്കെ അസറ്റ് ആണോ കമ്പനി റീറ്റെയിൻ ചെയ്യുന്നത് ആസ് PPE, അതിനെ ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ യൂസ് അന്നോട്ടൊരു കമ്പനി എന്ത് ചെയ്യുന്നുണ്ടാവണം? ഡിപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അത് പക്ഷെ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്, ഇവർക്ക് ഇത് അവൈലബിൾ ഫോർ യൂസ് ആയിട്ടില്ല. കാരണം എന്താ? ഈ അസറ്റ് അവരെടുത്തിട്ട് റീഫിറ്റ് ചെയ്താലേ അത് ഉണ്ടാവുള്ളൂ, ഫോർ ദ ന്യൂ പേർപ്പസ് അവൈലബിൾ ഫോർ യൂസ് ആവുള്ളൂ. മനസ്സിലായോ? സോറി, അല്ല, അപ്പം ആ സിറ്റുവേഷൻ റിസ്ക് ആയിട്ട് പറയാൻ പറ്റും. ആ സിറ്റുവേഷനിൽ അപ്പൊ അത് റിസ്ക് ആയിട്ട് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ആഡ് ഓൺ ആയിട്ട് പറഞ്ഞത്. മനസ്സിലായോ? അല്ല, കമ്പനി എന്താ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തുണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന് അങ്ങനെ പറയാൻ പറ്റും. അത് പറയാം, ബട്ട് ദ തിങ് ഈസ് ഇറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ സിഗ്നിഫിക്കന്റ് റിസ്ക്. നമ്മളോട് പണ്ട് പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ എന്ത് വേണമെങ്കിലും എഴുതാമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളോട് സിഗ്നിഫിക്കന്റ് റിസ്ക് അല്ല ചോദിക്കുന്നത്. അപ്പൊ പ്രൈമറി ലെവലുള്ള സിഗ്നിഫിക്കന്റ് റിസ്ക് ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ക്ലിയർ ആയോ? അപ്പൊ ലിറ്ററലി ഇവിടെ നിങ്ങൾ എന്തൊക്കെ തമ്മിലോ കമ്പാരിസൺ നടത്തേണ്ടത്? PPE, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി, IFRS 5. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ. Then second one in relation to the trade receivables, 22 എന്നത് 42 ആയി. എന്താ പറഞ്ഞേക്കെന്ന് നോക്കി. While the majority of the sales for cash, an increasing number of customers have credit accounts with Mercury Company. Company offers credit customers 60 days credit to pay for goods. The forecast trade receivables balance at 30th September is 42 million and the prior year was 22 million. Due to growth in the sales to customer on account in December 2014, Mercury Company engaged Fairbairn Company, a service organization, to provide credit control function. നിങ്ങളോട് എന്താ പറഞ്ഞേക്കുന്നത്? ട്രേഡ് റിസീവബിൾസിനെ ബേസ് ചെയ്ത് പറഞ്ഞു. ട്രേഡ് റിസീവബിൾസിനെ ബേസ് ചെയ്ത് എന്താ പറഞ്ഞേക്കുന്നത്? കമ്പനി എന്ത് ചെയ്തു പറഞ്ഞത്? കമ്പനിയുടെ ട്രേഡ് റിസീവബിൾസ് ഡേയ്സ് എന്തായെന്ന് പറഞ്ഞു? 60 ഡേയ്സ് അവരൊരു ക്രെഡിറ്റ് ടു പേ ഫോർ ഗുഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. സോ കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 60 ഡേയ്സിന് ശേഷം എന്ത് ചെയ്താൽ മതി? പേയ്മെന്റ് തന്നാൽ മതി.
അപ്പോൾ അവരുടെ ഫോർകാസ്റ്റ് റിസീവബിൾസ് എന്തായി? ട്വൈസ് ആയി. 22 million എന്നത് 42 million ആയി. ആ ഗ്രോത്ത് ഉണ്ടായേക്കുന്നതിന് മേജർ റീസൺ എന്താണ്? അവർ പറഞ്ഞു സെയിൽസ് കൂടിയിട്ടുണ്ട്. അതാണ് ഒരു വൺ ഓഫ് ദി റീസൺ. ആൻഡ് ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാനായിട്ട് ഇവർ ക്രെഡിറ്റ് കൺട്രോൾ ഫംഗ്ഷൻ മൊത്തം ഔട്ട്സോഴ്സ് ചെയ്തേക്കാന്ന് പറഞ്ഞു. അവിടെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ബിസിനസ് റിസ്ക് എന്തെങ്കിലും ഉണ്ടോ? ക്രെഡിറ്റ് ഓർഗനൈസേഷന് സർവീസ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ എഫിഷ്യന്റ് അല്ലെങ്കിൽ റിസീവബിൾസ് കിട്ടാൻ ഭയങ്കര ലേറ്റ് ആവും. ഓക്കെ, സർവീസ് ഓർഗനൈസേഷൻ എഫിഷ്യന്റ് ആയിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ റിസീവ്സ് റിക്കവർ ചെയ്യാനായിട്ട് ടൈം പീരീഡ് എടുക്കുന്ന കൂടുതലായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും സംഭവിക്കാൻ ചാൻസ് ഉള്ളത്? പോസിബിലിറ്റി ഓഫ് ഹാവിങ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് കമ്പനി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അവിടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യുക? റിസീവ്സ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. റിസീവ്സ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തോ കറണ്ട് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കറണ്ട് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും റിസീവ്സ് ഡേയ്സ്. ചിലപ്പോൾ ചെറിയ എമൗണ്ട് ആയിരിക്കും. നോക്കി അപ്രോപ്രിയറ്റ്ലി കിട്ടിയോ? എത്രയാ? 90 ആണോ? 10 ആണോ? ഓക്കെ, ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്താ പറയാൻ പറ്റുക? നിങ്ങൾക്ക് എല്ലാം കൂടി നോക്കിയിട്ട് പറയാം. അത് ഒരുപാട് സിഗ്നിഫിക്കൻ്റ് അല്ല. അത് അടുത്ത ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സബ് ക്വസ്റ്റ്യൻ വരാനായിട്ടുള്ളതുകൊണ്ടാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഇതുപോലത്തെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം സെയിൽസ് കൂടിക്കൊണ്ട് മാത്രമല്ല, ഇഫ് ദർ ഈസ് എനി പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവണം? അലവൻസ് ഫോർ റിസീവ്സ് ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് എന്ത് ചെയ്യുക? റൈറ്റ് ഓഫ് ചെയ്യുക. അവിടെ പ്രൈമറി ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? അപ്രോപ്രിയേറ്റ് ആയിട്ട് ഈ ക്രെഡിറ്റ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് അത് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്സ് ഉണ്ടാവും. അതിന് അപ്രോപ്രിയേറ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ റിസീവ്സ് എന്തായിരിക്കും? ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. റിലേറ്റഡ് എക്സ്പെൻസസ് എന്താവും? അണ്ടർ സ്റ്റേറ്റഡ് ആവും. ക്ലിയർ? Okay. In June 2015, M Company purchased 12 million of pet food supplies from an international supplier, with the sales contract stating that ownership of the goods passed to M Company at date of shipping. During transit, the ship carrying goods was involved in an accident which destroyed the entire supply of goods. Mercury Company's directors had arranged insurance on the shipment of goods, and the policy states that 80% of the goods destroyed are covered by the insurance. The latest correspondence from the insurance company was an informal email that the claim had been received and was due to be processed. These purchases are made in M Company's operating currency. പറ, എന്തൊക്കെയാ പ്രശ്നങ്ങൾ? ടൈമിലി ഡെലിവറി നടത്തിയിട്ടില്ലെങ്കിൽ കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ. ഓക്കെ ഫൈൻ. അത് ആഡ് ഓൺ ആയിട്ട് നമുക്ക് ഇനിയും പറഞ്ഞൂടെ? ഇവിടെ സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന ഡേറ്റ കൊണ്ട് വെച്ചിട്ട് പറയാം. അതായത് ബേസിക് ആയിട്ട് പ്രൈമറി ബിസിനസ് റിസ്ക് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഇറ്റ്സ് എ ഇന്റർനാഷണൽ സപ്ലയർ. അതാണ് പ്രൈമറി ബിസിനസ് റിസ്ക്. ശരിയല്ലേ? സോ അവിടെ ഒരു ഇന്റർനാഷണൽ സപ്ലയർ ആണ്. നമ്മളോട് പറഞ്ഞു എം കമ്പനി ഇപ്പം ഇൻവോൾവ് ചെയ്തേക്കുന്ന ഒരു ഇന്റർനാഷണൽ സപ്ലയറുമായിട്ടുള്ള കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പെറ്റ് ഫുഡ്സ് എല്ലാം ഈ ഇന്റർനാഷണൽ സപ്ലയർ ആണ് ഡെലിവറി ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത് നേരത്തെ ക്വസ്റ്റിൻ്റെ അകത്തും ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ നമ്മൾ അവിടെ പറയുന്നത് എന്തായിരിക്കും? ഡ്യൂറിംഗ് ദ ട്രാൻസിറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ദേ ക്യാൻ ബി ചാൻസസ് ഓഫ് ഹാവിംഗ് delay in providing goods to the customers. Customers will be dissatisfied. And as specified in the case, already the company's whole goods were damaged while in transit, and therefore പുതിയ ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്ത് ആ ഗുഡ്സ് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറയാം? there will be a significant time lag between the date on which the order is placed and these are being dispatched and finally delivered to the customer. സോ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? റീഡ്ലി അവൈലബിൾ ആയിട്ടുള്ളടത്തുനിന്ന് പ്രൊഡക്ട്സ് വാങ്ങിക്കാനായിട്ട് വില്ലിങ് ആവുള്ളൂ. സോ പുതിയ കോൺട്രാക്ട്സ് കസ്റ്റമേഴ്സ് നമ്മളുമായിട്ട് സൈൻ അപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കുറവാണെന്ന് പറയാം. ആഡിങ് ടു ദാറ്റ് വേറെ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്?
Our point can we talk about transportation cost? Okay, you can mention that when we import goods from a foreign supplier, the transportation cost associated with the purchase of goods will be significantly high. So automatically it might affect the profitability of the company. Good. പിന്നെ വേറെന്താ വേറെന്താ ഇൻഷുറൻസ് കിട്ടാനുള്ള ടൈം ഇൻഷുറൻസ് കിട്ടാനുള്ള ടൈമും മറ്റൊരു പോസിബിലിറ്റിനെ കുറിച്ച് നമുക്ക് പറയാം. വേറെ എന്തായിരിക്കും? ഇൻഷുറൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുമെന്ന് നമ്മളോട് പറഞ്ഞോ? ഇല്ല. ഇല്ല. ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുന്നുള്ളത്? നിങ്ങൾക്ക് പറയാം കമ്പനിയുടെ ടോട്ടൽ 12 മില്യന്റെ പെറ്റ് ഫുഡ്സ് ആണ് ഡാമേജ് ആയിരിക്കുന്നത്. ആൻഡ് ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ആസ് ഓഫ് നൗ കിട്ടിയിട്ടുള്ളൂ ദാറ്റ് ദ amount will be paid by the insurance agency. So if there is any possibility that the company might not receive the insurance from the insurance agency, in that case company ki significant loss undavum. In addition to which there can also be chances that there will be significant time lag for getting the insurance payment from the insurance agency. In that case also the company might face cash flow difficulties. Clear? Yes. ഇനി ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് എന്തായിരിക്കും? റൈറ്റ് ഓഫ് ഉണ്ട്. അതായത് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് പറയാം. ശരിയല്ലേ? ഓക്കെ, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിന്റെ ട്രീറ്റ്മെന്റ് എന്താ പറയാൻ പറ്റുക? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ ട്രീറ്റ്മെന്റ് എന്തായിരിക്കണം? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഇൻവെന്ററി ട്രീറ്റ്മെന്റ് അല്ല, ബേസിക് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കണം? ഒരു കമ്പനി ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് നോക്കുക? റിസ്ക് ആൻഡ് റിവാർഡ് എപ്പോഴാണ് ട്രാൻസ്ഫർ ആവുന്നത് നോക്കണം. ഓൺ പർച്ചേസ് തന്നെ നമുക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആരുടെ ഇൻവെന്ററി ആയിട്ടായിരിക്കും അക്കൗണ്ട് ചെയ്തിട്ടുണ്ടാവുക? കമ്പനിയുടെ ഇൻവെന്ററി ആയിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പർച്ചേസും പേബിൾസും കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഇൻവെന്ററിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറയാ ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV റൈറ്റ് ഓഫ് ചെയ്യണം. സിൻസ് ദ പ്രോഡക്ട്സ് ആർ കംപ്ലീറ്റ്ലി ഡാമേജ്, the whole amount of inventory which have been already recognized by the company should be written off from the company's financial statements. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? There can be chances that the company might not have taken appropriate accounting treatment in relation to the inventory held, inventory which were in transit, which would result in overstated value of inventory and understatement of expenses. Clear? Yes. Okay. Secondly, what about the treatment in relation to the insurance receipts? Okay, നമുക്ക് എങ്ങനെയാ റെക്കോർഡ് ചെയ്യാൻ പറ്റുക? Usually certain ആണെങ്കിൽ മാത്രം അസറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാം. And if there is a probability that the company will receive payment from the ഇൻഷുറൻസ് ഏജൻസി, അങ്ങനെയാണ് നമുക്ക് അതിനെ എന്തായിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ പറ്റുക? It can only be disclosed in the company's financial statements. അല്ലെ? അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? നമ്മുടെ ഫിനാൻഷ്യൽസ് ഓൾറെഡി തന്നേക്കുന്നതിന്റെ അകത്ത് എവിടെയെങ്കിലും കമ്പനി ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവാം? ഓൾറെഡി ഇതിനൊരു അസറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവാം. ആൻഡ് ഇൻസ്റ്റഡ് കമ്പനി ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഡിസ്ക്ലോസേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അസറ്റ്സ് ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും, അതേപോലെ തന്നെ ഡിസ്ക്ലോസേഴ്സ് മിസ്സ്റ്റേറ്റഡ് ആയിരിക്കും. ക്ലിയർ ആണോ? Is it clear, everyone? Yes, sir. Okay, fine. Sir. Any holiday pay obligation. M company has an internal audit department who have been testing the controls in the company's payroll system. Internal audit procedures have revealed that some employees are duplicated on the payroll system. This seems to have happened when two different systems used for recording full-time and part-time staff were merged in the October 2014. Additionally, the internal audit team procedures have found that while systems have been capability of recording holiday taken by the staff, this is not always used. Manual records are also maintained in relation to holiday entitlement. Employees are entitled to carry forward maximum of 3 days of unused holiday entitlement to the next year. Management estimates a holiday pay obligation relating to unused
holiday entitlement at the year end using previous year obligation and adjusting it for pay rises and changes in staff levels. Holiday pay obligation forecast for the 30th September 2015 is 21.1 million and 11.6 million. Para, എന്തൊക്കെയാ പ്രശ്നം? എന്താ ബിസിനസ് റിസ്ക്? എന്താ ബിസിനസ് റിസ്ക്? ഇറ്റ്സ് വെരി സിമ്പിൾ. എന്താ ബിസിനസ് റിസ്ക്? Exactly. Weak controls in relation to the payroll system. Payroll system related controls are weak. അത് കാരണം നിങ്ങൾക്ക് അവിടെ എന്താ പറയാൻ പറ്റുന്നത്? Unwanted cash outflow. എങ്ങനെ? Unwanted Payroll cash outflow. expenses കൂടും. അതായത് എക്സ്പെൻസ് കൂടുന്നുള്ളത് ഫർദർ ഇമ്പാക്ട് ആണ്. എക്സ്പ്ലനേഷൻ എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുക? ഫിക്ടീഷ്യസ് എംപ്ലോയീസിനുള്ള പോസിബിലിറ്റീസ് കൂടും. പിന്നെ Unwanted cash inflows. അൺവാണ്ടഡ് ക്യാഷ് ഇൻഫ്ലോസോ ഔട്ട്ഫ്ലോസ് ഉണ്ടാവും. ഓക്കെ, ഫൈൻ. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾ പറയാ മെർക്കുറി കമ്പനീസ് ഇന്റേണൽ controls in relation to the payroll system are not operating appropriately as required for a listed entity. And then in the basis during the current year, there were multiple issues identified in relation to the payroll balances, especially two different systems were used to record the data, and the full-time and part-time reports which were merged together resulted in significant mistakes in the company's payroll balances. In addition to this, there can also be possibility of having intentional fraudulent transactions undertaken by the employees, resulting in possibility of having fictitious employees and other various payroll fraud, leading to unwanted cash outflow for the company and increased payroll expenses. Clear? Yes. Is that clear, everyone? Okay. Then what's the risk of material misstatement here? ഇവിടെ ഉണ്ടാവുന്ന risk of material misstatement എന്തായിരിക്കും? Internal control weakness. Internal control weakness. Okay. Risk of material misstatement, significant one പറഞ്ഞാൽ മതി. ബേസിക് ട്രീറ്റ്മെന്റ് എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എന്താ? കമ്പനിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കമ്പനിയുടെ നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടിയിട്ടുണ്ട്. 6,200 നിന്ന് 7,000 ആയി. നമ്മളോട് പറഞ്ഞ എന്തൊക്കെയാ? എംപ്ലോയീസിന് ലീവ് കൊടുക്കുന്നുണ്ട്. ആ ലീവ് ഒന്നും പക്ഷെ എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, അവര് പ്രോപ്പർലി റെക്കോർഡ് ചെയ്യുന്നില്ല, അല്ലെ? അവർ നമ്മളോട് പറഞ്ഞു ഇത് പ്രോപ്പർലി ഈ സിസ്റ്റം എപ്പോഴും യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ സിസ്റ്റത്തിന് ഹോളിഡേയ്സ് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് എപ്പോഴും അവർ യൂസ് ചെയ്യാറില്ല. എംപ്ലോയീസിന് 3 days വരെ അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്ന ഹോളിഡേ എൻടൈറ്റിൽമെന്റ് നെക്സ്റ്റ് ഇയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അതിന്റെ ബേസിസിലുള്ള ഹോളിഡേ പേ ഒബ്ലിഗേഷൻ ആണ് ഈ പറഞ്ഞേക്കുന്ന 21 million. പ്രീവിയസ് ഇയറിൽ 11.6 million ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ട്വൈസ് ആയി. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ പറയൂ എന്താ ഇഷ്യൂ ഉണ്ടാവുന്ന ഇവിടെ? എന്തായിരിക്കും? സോറി, ഒന്നുകൂടെ പറയോ? ഡെഫിനറ്റ്ലി പറയാം. പറഞ്ഞോ, ഏതാ സ്റ്റാൻഡേർഡ്? ഏതാ? IAS 19. ഇറ്റ്സ് എംപ്ലോയി ബെനിഫിറ്റ്സ്. IAS 19 എംപ്ലോയി ബെനിഫിറ്റ്സ് പ്രകാരം നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? നമുക്ക് ഒബ്ലിഗേഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് മാത്രം റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുക? അക്യുമുലേറ്റിംഗ് ഐറ്റംസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള മാത്രമാണ്. ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? കമ്പനി അക്യുമുലേറ്റിങ്ങിനും നോൺ അക്യുമുലേറ്റിങ്ങും എല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ടാവും ഒബ്ലിഗേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ശരിയല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇൻകറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയി ബെനിഫിറ്റ്സ് ആയിരിക്കും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവുക, ശരിയല്ലേ? ഓക്കെ. ഇൻ അഡീഷൻ ടു ദാറ്റ്, ജനറൽ ആയിട്ടുള്ള വളരെ സിമ്പിൾ സാധനം തന്നെ നിങ്ങൾ പറയാ. ഇപ്പം അത് സെക്കൻഡറി ആയിട്ട് പറഞ്ഞാലും മതി. IAS 19 കാര്യം അതിലും ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എന്താ? നിങ്ങൾ പറയാ ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ കമ്പനിയുടെ 11.6 million 21.1 million ആയി. കമ്പനിക്ക് പ്രോപ്പർ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ട് സ്റ്റാഫ് ഹോളിഡേയ്സ് റെക്കോർഡ് ചെയ്യാൻ. ബട്ട് കമ്പനി എന്ത് ചെയ്യുന്നില്ല, അത് കറക്റ്റ്ലി റെക്കോർഡ് ചെയ്ത് പോകുന്നില്ല. സോ എംപ്ലോയീസിന് ഇല്ലാത്ത എംപ്ലോയീസ് ഓൾറെഡി അവൈൽ ചെയ്ത സ്റ്റാഫ് ഹോളിഡേയ്സ് പോലും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല,
അപ്രോപ്രിയറ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എംപ്ലോയീസ് വർക്ക് ചെയ്യാത്ത ഡേയ്സിലേക്ക് കൂടി എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്റ്റാഫ് ഹോളിഡേയ്സ് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ആയിട്ടുണ്ടാവും. അപ്പൊ കമ്പനിക്ക് ഇല്ലാത്ത ഒബ്ലിഗേഷൻ ആയിരിക്കും കമ്പനി കറന്റ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക, അൺവോണ്ടഡ് ആയിട്ടുള്ള പേറോൾ എക്സ്പെൻസസ് ഇൻകർ ആവും. അറ്റ് ദി സെയിം ടൈം കമ്പനിക്ക് അൺവോണ്ടഡ് ആയിട്ടുള്ള ലയബിലിറ്റീസ് ഉണ്ടാവും. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവ്രിവൺ? ഓക്കെ ഫൈൻ. അപ്പൊ ഇതായിരിക്കും നമ്മൾ മെയിൻലി പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രൈമറി ആയിട്ട് ഇവിടെയുള്ള റിസ്ക് ആയിട്ട് പറയാൻ പറ്റുക. ഇനി ഇവിടെയും നമ്മളോട് ഫർദർ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് നോക്കി, ദിസ് ഇയർ ഹാസ് ബീൻ സിഗ്നിഫിക്കന്റ് ബിസിനസ് ഡെവലപ്മെന്റ് ഫോർ ദ കമ്പനി. Company has started to sell products under its own brand, introducing Mercury range of premium pet food accessories. The products are manufactured in another country and imported, and the purchase of Mercury company's goods for foreign suppliers are predicted to be 7 million for the year to 30th September 2015. The range was introduced for sale in June 2015 and was heavily promoted. Having been only recently introduced, the sale of products from the Mercury range will be insignificant in the year's financial statement. However, projections in the management accounts indicate that Mercury's range is expected to account for 30% of the revenue in the financial year. During the year, M Company took out an additional loan to aid the cash flow for the new Mercury brand promotion and forthcoming refitting of stores purchased from Lakewell Company. Para. നമ്മളോട് ഈ റിക്വയർമെന്റ് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എക്സാമിനർ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്താ പറഞ്ഞേക്കുന്നത്? ബ്രീഫിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യാനേ നമ്മളോട് പറഞ്ഞുള്ളൂ, എല്ലാം കൂടെ യൂസ് ചെയ്തിട്ട്. അപ്പൊ പറ, എന്തൊക്കെയായിരിക്കും നമുക്ക് അവിടെ വേണ്ടത്? പറ, എന്തൊക്കെയാണ് ബിസിനസ് റിസ്ക് അവിടെ വരിക? എങ്ങനെ, ഒന്നുകൂടെ പറയൂ. ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് റവന്യൂ കൂട്ടിക്കാണ്. അല്ലല്ല, അത് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് അല്ലേ, ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് എന്താ? അതായത് കമ്പനി എന്ത് ചെയ്യുവാണെന്ന് പറഞ്ഞു, അവരുടെ മെർക്കുറി റേഞ്ച് എന്ന് പറയുന്ന പ്രോഡക്ട്സ് കംപ്ലീറ്റ്ലി ഫോറിൻ കൺട്രിയിൽ ഉണ്ടാക്കിയിട്ട് അത് എന്ത് ചെയ്യാണെന്ന് പറഞ്ഞു, ഹോം കൺട്രിയിലേക്ക് കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാകുന്ന പ്രൈമറി റിസ്ക് എന്തായിരിക്കും? ഇന്റർനാഷണൽ ഓപ്പറേഷൻ. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തൊക്കെ റിസ്ക് നമുക്ക് പറയാൻ പറ്റുക? എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് പറയാം അല്ലെ? എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് പറയാം. അവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? കമ്പനി ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ പേ ചെയ്യുന്നതെല്ലാം എങ്ങനെയായിരിക്കും? ഫോറിൻ കറൻസിയിലായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പനിയുടെ കോസ്റ്റും പ്രോഫിറ്റും എല്ലാം എന്തായിരിക്കും? വോളാറ്റൈൽ ആയിരിക്കും. അത് നമുക്ക് പറയാം. രണ്ടാമത് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? കമ്പനി ഈസ് ഇമ്പോർട്ടിംഗ് ഫ്രം ദ ഫോറിൻ മാർക്കറ്റ്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? Yeah, definitely. There can be chances of having supply chain disruptions. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് കമ്പനിക്ക് ഓൺ ടൈം റിസീവ് ചെയ്യില്ല. അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് ഓൺ ടൈം റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? They won't be able to satisfy the customer demands. അപ്പൊ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സ് എന്താവും? ഡിസാറ്റിസ്ഫൈഡ് ആവും എന്ന് പറയാം. അതേപോലെ തന്നെ ഇൻ അഡീഷൻ ടു ദാറ്റ് വേറെ എന്തായിരിക്കും പറയാൻ പറ്റുക നിങ്ങൾക്ക്? ഇവര് ബാങ്ക് ലോൺ എടുക്കുന്നുണ്ട്. ഓക്കെ, ബാങ്ക് ലോൺ അല്ലെങ്കിൽ ഫെർദർ ഫണ്ടിങ് നമുക്ക് ആഡിക്വലി വേണ്ടത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അവരെടുത്തു എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ പറയുന്നത് ഫെർദർ ഫണ്ടിങ് അവൈലബിൾ ആയിട്ട് ആഡിക്വലി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യാനോ സെയിൽ ചെയ്യാനോ പറ്റില്ല. സോ അവർ പ്രൊജക്ട് ചെയ്തേക്കുന്ന റവന്യൂ ആണ് 30% ഓഫ് റവന്യൂ കിട്ടുന്നത്. അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആ റേഞ്ച് ഓഫ് റവന്യൂ കിട്ടണമെന്ന് നിർബന്ധമില്ല എന്നുള്ള പറയാം. ക്ലിയർ അല്ലേ? ഇസ് എ ക്ലിയർ? ഓക്കെ. സോറി, ഈ ബാങ്ക് ലോണിന്റെ കാര്യത്തിലൂടെ നമുക്ക് ഗിയറിംഗിന്റെ കാര്യം പറഞ്ഞൂടെ? പറയാം. എന്റെ കൂടെ തന്നെ പറഞ്ഞു പോയാൽ മതി. ഇനി ഇവിടെ എന്തെങ്കിലും ഡയറക്ട്ലി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഏതാ? Yes, you have to include one of the most important one relating to the managerial bias. മാനേജ്മെന്റ് ബയസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? കമ്പനി എന്ത് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു? They are planning to take a new bank loan എന്നുള്ള കാര്യം. സോ അവര് പുതിയതായിട്ട് ബാങ്ക് ലോൺ എടുക്കുന്നുണ്ട്, അവര് പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നുണ്ട്. ഇതൊരു ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന എന്തായിരിക്കും?
There can be possibility of having there can be possibility of having risk of material misstatement in the company's financial statement, which might be intentionally created by the company in order to attract the bank as well as the potential investors. അപ്പോൾ അതായിരിക്കും നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന ഒരു റിസ്ക്. ക്ലിയർ ആയോ? Is it clear everyone? Yes, sir. Okay. Other than that, basic ആയിട്ടുള്ള കുറെ റിസ്കുകളാണ്. So you can consider that as well. Okay. ഇനി നമ്മളോട് അടുത്തതായിട്ട് മെയിൻ ആയിട്ട് ചോദിച്ചേക്കുന്ന റിക്വയർമെന്റ് എന്താ? They have asked us to discuss and conclude the impact with the outsourcing credit control function will have on our audit planning. നമ്മളോട് ഇവിടെ പറഞ്ഞു അവർ ക്രെഡിറ്റ് കൺട്രോൾ വർക്ക് അവരെന്ത് ചെയ്യാൻ പോവാണ്, ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞു. ഫെയർ ബാങ്ക് എന്ന് പറയുന്ന കമ്പനിക്ക് അവരാണ് ക്രെഡിറ്റ് കൺട്രോൾ ഫംഗ്ഷൻ മൊത്തത്തിൽ നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ ഫംഗ്ഷൻ ഒക്കെ എടുത്ത് ഔട്ട്സോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഓഡിറ്റ് പ്ലാനിങ്ങിന് അത് എങ്ങനെ അഫക്ട് ചെയ്യും എന്ന് ചോദിച്ചേക്കുന്നത്. It's purely a theoretical question which we have already learned in ISA. ഏതാ സ്റ്റാൻഡേർഡ് ഇവിടെ വരിക? ഓഡിറ്റ് പ്ലാനിങ്ങിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. പറയേ, നിങ്ങൾ ആദ്യമേ ജനറൽ സിനാരിയോ പറയാ. നിങ്ങൾ പറയാ ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ M company have outsourced credit control work to the Fairbank company, which is a service organization, and all the credit function will be carried out by the service organization. Therefore, as per ISA ഏതാ വരിക? ഏതായത് മക്കളെ? യൂസിംഗ് ദ വർക്ക് ഓഫ് എ സർവീസ് എൻറ്റിറ്റി പഠിച്ചിട്ടില്ലേ നമ്മള്? ഓക്കെ, യൂസിംഗ് ദ വർക്ക് ഓഫ് എ സർവീസ് എൻറ്റിറ്റി ISA 402. അവിടെ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? വെൻ വി യൂസ് എ വർക്ക് ഓഫ് എ സർവീസ് എൻറ്റിറ്റി, പ്ലാനിങ് സ്റ്റേജ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നായിരുന്നു പറഞ്ഞത്? ഇൻഡിപെൻഡൻസ് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? ISA 402. ഇൻഡിപെൻഡൻസ് നോക്കണം എന്നുള്ളതായിരുന്നു ആദ്യം നമ്മൾ പഠിച്ചത്. അല്ല, നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഒബ്റ്റെയിൻ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ സർവീസ് പ്രൊവൈഡഡ്. സോ പ്ലാനിങ് സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അതിനെക്കുറിച്ച് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഒബ്റ്റെയിൻ ചെയ്യണം. പഠിച്ചതല്ലേ? ഓക്കെ, എങ്ങനെയായിരുന്നു? ആദ്യം നമ്മൾ എന്തായിരുന്നു നോക്കേണ്ടത്? നേച്ചർ ഓഫ് സർവീസ് പ്രൊവൈഡഡ്. നമ്മൾ ക്രെഡിറ്റ് കൺട്രോൾ വർക്ക് മാത്രമാണ് ഔട്ട്സോഴ്സ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വേറെ റിസീവ്സ് റിലേറ്റഡ് എന്തെങ്കിലും സർവീസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം എന്ന് പറയാം. ഇത് ഓരോന്നും പ്ലാനിങ് സ്റ്റേജ് കൺസിഡർ ചെയ്യണം എന്ന് പറയാം. സോ നമ്മൾ പഠിച്ച ഈ തിയറിറ്റിക്കൽ നോളജും സിനാരിയോയിലുള്ള കാര്യങ്ങളും കൂടെ മിക്സപ്പ് ചെയ്യുക. ദെൻ ഇതിനുശേഷം നമ്മൾ എന്താ പറയേണ്ടത്? We need to try to obtain sufficient appropriate audit evidence from the user entity. ഒരു പടമൊക്കെ വരച്ച് പഠിച്ച ഓർമ്മയുണ്ടോ? യൂസർ എൻറ്റിറ്റിയിൽ നിന്ന് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടിയിട്ടില്ലേ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പഠിച്ചത്? എന്തായിരുന്നു മക്കളെ ചെയ്യേണ്ടത്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? എന്നാ പറയൂ. യൂസർ എൻറ്റിറ്റിയിൽ നിന്ന് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടിയിട്ടില്ല എന്ത് ചെയ്യണം എന്നായിരുന്നു നമ്മൾ പഠിച്ചത്? ഒരു ഓർഡർ പഠിപ്പിച്ച ഓർമ്മയില്ലേ? We need to contact the service entity to obtain sufficient appropriate evidence. എന്നിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? സർവീസ് എൻറ്റിറ്റി വിസിറ്റ് ചെയ്യുക, എന്നിട്ട് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ നോക്കുക. വിസിറ്റ് ചെയ്തിട്ടും കിട്ടിയിട്ടില്ല, അപ്പം ആരെ വിടണം എന്നാ പറഞ്ഞത്? We need to consider contacting user entity to contact the service entity to appoint an auditor at the service entity called the service auditor. And we need to request the service auditor to provide us with either type 1 report or type 2 report. Type 1 അകത്ത് നമ്മൾ എന്തായിരിക്കും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? ഡിസൈൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് കൺട്രോൾസ് ആയിരിക്കും. ടൈപ്പ് 2 അകത്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഡിസൈൻ, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ് ഓഫ് ദി കൺട്രോൾസ് ആയിരിക്കും. പഠിച്ചതല്ലായിരുന്നു നമ്മള്? പഠിച്ചല്ലേ? ഈ കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചേക്കുന്നത്. സോ ലിറ്ററലി യു ഹാവ് ടു മിക്സ് അപ്പ് സിനാരിയോ and the theoretical knowledge which we already learned in the standard ISA 402 audit consideration relating to an entity using service organization. Clear? Is that clear everyone? Yes sir. The next നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്തൊക്കെയാ? പ്രിൻസിപ്പൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഹോളിഡേ പേ ഒബ്ലിഗേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്. സോ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇൻ റിലേഷൻ ടു ഹോളിഡേ പേ ഒബ്ലിഗേഷൻ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണ് കൺഫേം ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്കുക ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് എന്ന്. നോർമൽ കേസിൽ നമുക്ക് എന്തൊക്കെയായിരിക്കും പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് പറ്റുക? നമുക്ക് മാനേജ്മെന്റിനോട് എൻക്വയറി ചെയ്യാം. വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ്, ഓൾട്ടർനേറ്റീവ് പോയിന്റ് ആയിട്ട്. വി ക്യാൻ ഒബ്റ്റെയിൻ റിട്ടേൺ റെപ്രസെന്റേഷൻ. കമ്പനിക്ക് പുറത്തുള്ള ആരോടെങ്കിലും വേണേൽ എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാം.
നമുക്ക് കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്യാം കമ്പനി ആരെങ്കിലും ഒക്കെ തമ്മിലുള്ളത്. അതേപോലെ തന്നെ ഇഫ് പോസിബിൾ നമുക്ക് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാം. റീകാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. എക്സ്റ്റേണൽ കൺഫർമേഷൻ നമ്മൾ പറഞ്ഞു. ബോർഡ് മിനിറ്റ്സ് നമുക്ക് നോക്കാം. ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ നമുക്ക് അഡീഷണലി എന്ത് ചെയ്യാം, ഡിസ്ക്ലോഷേഴ്സ് നോക്കാം. ഇങ്ങനെയുള്ള കുറേ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. സോ ഔട്ട് ഓഫ് വിച്ച് നമുക്ക് ഇവിടെ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പറ്റുന്നത് ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയായിരിക്കും? മാനേജ്മെന്റിനോട് ചോദിക്കാം എന്തൊക്കെ കൺട്രോൾസ് ആണ് അവര് എടുത്തേക്കുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത്? in order to ensure whether it's appropriate. ഓക്കെ, അതായത് സ്റ്റാഫ് ഹോളിഡേയ്സിന്റെ കമ്പ്യൂട്ടേഷൻ ആണ് പറയുന്നത്. Yes. ഓക്കെ, സ്റ്റാഫ് ഹോളിഡേയ്സിന്റെ ലീവ് ഡേറ്റ്സ് അപ്രോപ്രിയറ്റ്ലി ആണ് റെക്കോർഡ് ചെയ്തേക്കുന്നത് എൻഷുർ ചെയ്യാൻ എന്തൊക്കെ കൺട്രോൾസ് ആണ് അവർ ഫോളോ ചെയ്യുന്നതെന്ന് മാനേജ്മെന്റിനോട് ചോദിക്കാം. ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് അബൌട്ട് ദ കൺട്രോൾസ് വിച്ച് ദേ ഹാവ് അണ്ടർടേക്കൻ ഇൻ റിലേഷൻ ടു ദ പേറോൾ സിസ്റ്റം ടു എൻഷുർ വെദർ the staff holidays are appropriately recorded. Okay, fine. പിന്നെ അടുത്ത എന്തായിരിക്കും? വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് പറ. ഇവിടെ എന്തെങ്കിലും കമ്പ്യൂട്ടേഷൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞൂടെ റീകാൽക്കുലേറ്റ് ദ ഹോളിഡേ പേ ഒബ്ലിഗേഷൻ ഓഫ് 21.1 million relating to the current year to confirm mathematical accuracy. Okay, fine. പിന്നെ വേറെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? Analytical procedures. Okay. നമുക്ക് എന്ത് പറയാം? പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് current year's pay obligation to prior year. Current year pay obligation with that of the prior year പറയാം. In case of significant difference ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇത് ചെയ്യുന്നത്. അതിന് പകരം വേറൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ എന്ത് പറയാ, ഇവര് പറഞ്ഞിട്ടില്ലായിരുന്നോ ഇവിടെ ഇതുകൊണ്ട് എന്താ നോക്കിയാൽ മാനേജ്മെന്റ് എസ്റ്റിമേറ്റ് ഹോളിഡേ പേ ഒബ്ലിഗേഷൻ റിലേറ്റിംഗ് ടു അൺയൂസ്ഡ് ഹോളിഡേ എൻടൈറ്റിൽമെന്റ് അറ്റ് ദ ഇയർ using previous year's obligation and adjusting its pay rises and changes in staff levels പറഞ്ഞില്ലേ? അത് കമ്പൈൻ ചെയ്ത് പറഞ്ഞ പോരെ. എന്ത് പറയാ? പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് കറന്റ് ഇയർ staff holiday obligation with the previous year considering the adjustments for pay rise and changes in staff levels. Clear ആയോ? എന്നിട്ട് എന്ത് പറയാ? And in case of any significant difference discuss with the management for the variance. Clear ആയോ മക്കളെ? അതായത് സിനാരിയോയിലുള്ള ഡേറ്റയും കൂടെ യൂസ് ചെയ്യുക. ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആണോ? യെസ് സാർ. ദെൻ അടുത്ത് പറ, പടപടയെന്ന് പറ. അടുത്തെന്താ? ആരാ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇവിടെ? നിങ്ങൾക്ക് സിനാരിയോയിൽ സാധനം തന്നിട്ടില്ലേ? മാനേജ്മെന്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. എന്ത്? സ്റ്റാഫ് ഹോളിഡേയ്സ് അവര് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന കഴിഞ്ഞ വർഷത്തെ അഡ്ജസ്റ്റ്മെന്റ് എടുത്ത് അതിൻ്റെ അകത്ത് പേ റൈസും ചേഞ്ചസും ഒക്കെ ചെയ്തതാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? Methodologies and assumptions used by the management. Sorry, again please. Review the methodologies and assumptions used by the management. Okay, fine. Review the methodologies used by the management in determining staff pay obligation to confirm whether it is reasonable. Okay, fine, good. പിന്നെ other than that ഒരു എസ്റ്റിമേറ്റ് സ്റ്റാഫിനോട് ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചൂടെ? ചോദിക്കുന്നതിന് എന്താ? ചോദിച്ചു, എന്താ പറയാൻ പറ്റുക? എൻക്വയറി വിത്ത് സാമ്പിൾ ഓഫ് എംപ്ലോയീസ്. ഇല്ല, എംപ്ലോയീസിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എസ്റ്റിമേറ്റിന്റെ കേസ് ആരോട് ചോദിക്കേണ്ടത്? മാനേജ്മെന്റിനോട് അല്ലേ? മാനേജ്മെന്റിന് എസ്റ്റിമേറ്റ് ഇല്ല, അപ്പൊ അവരോട് തന്നെ വേണ്ട ചോദിക്കാൻ. ഓക്കെ, ആൻഡ് പ്രിഫറബിളി നമ്മൾ കുറെ എൻക്വയറി പറഞ്ഞുകൊണ്ട് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചോദിക്കാം? Yes, obtain written representation from the management in relation to the estimates in relation to the estimates which they have used in determining the holiday pay obligation to confirm whether it is reasonable. അല്ലേ? എന്ത് പറയാ? Obtain written representation from the management in relation to the management's estimates which were used in the computation of holiday pay obligation in order to determine whether it is reasonable. പറയാ. പിന്നെ വേറെന്താ? നിങ്ങൾ അവിടെ പറഞ്ഞ റിസ്കിനെ ബേസ് ചെയ്ത് തന്നെ പറ. നിങ്ങൾ എന്തൊക്കെ റിസ്ക് പറഞ്ഞായിരുന്നല്ലോ IAS 19 ഒക്കെ? എന്തായിരുന്നു? Review the notes with financial statements whether appropriate disclosures have been made.
Okay, review notes to financial statements to confirm appropriate disclosures have been provided. Fine. In relation to എന്ത് പറയാ IAS 19 പറയാ employee benefits. Okay, other than that, employee benefit തന്നെ ട്രീറ്റ്മെന്റ് എന്താ പറയേണ്ടത്? നിങ്ങൾ കുറച്ച് മുന്നേ റിസ്ക് എന്തായിരുന്നു പറഞ്ഞത്? എംപ്ലോയി ബെനിഫിറ്റ് ഇവിടെ എങ്ങനെയാ ട്രീറ്റ് ചെയ്യണം എന്നായിരുന്നു കുറച്ച് മുന്നേ പറഞ്ഞത്? ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നത്. എന്തിനെ ബേസ് ചെയ്തുള്ള ലയബിലിറ്റി കാണിക്കേണ്ടത്? അക്യുമുലേറ്റഡ് ആബ്സെൻസിനെ ബേസ് ചെയ്തുള്ള മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് പറയാ? റിവ്യൂ ദ computations of employee pay obligation in order to confirm whether accumulated pay absences are only included in the computation which are in accordance with IAS 19 employee benefits പറയാ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഇങ്ങനെ വേണം പോയിന്റ്സ് പറയാനായിട്ട്. എന്തൊക്കെയാണോ കൺഫേം ചെയ്യാനായിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് പോയിന്റ്സ് പറയാം. റാൻഡംലി കൊണ്ടുപോയിട്ട് പഠിച്ച പോയിന്റ്സ് എന്തെങ്കിലും എഴുതി വെക്കരുത്. സിനാരിയോയ്ക്കകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത് അതിനെ ബേസ് ചെയ്ത് തന്നെ പോയിന്റ്സ് എഴുതുക. ക്ലിയർ ആയോ മക്കളെ? Is that clear? സർ, എംപ്ലോയീസിന്റെ അടുത്ത് കൺഫർമേഷൻ ചോദിക്കാൻ പാടില്ല. എന്താ ചോദിക്കേണ്ടത്? അല്ല, സീരിയസ് ഞാൻ ചോദിക്കാം, എന്താ ചോദിക്കേണ്ടത്? അല്ല, ചോദിക്കാൻ പാടില്ലല്ലോ. എംപ്ലോയീസിന്റെ അടുത്ത് നമ്മൾ കൺഫർമേഷൻ ചോദിക്കില്ല. എംപ്ലോയീസോട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ലീവ് എടുത്തിക്കോന്ന് വെച്ചൂടെ? ഓക്കെ, ഒരു സാമ്പിൾ ഓഫ് എംപ്ലോയീസിന്റെ ലീവ് ടേക്കൺ ഡേറ്റ്സ് അവരോട് എൻക്വയറി ചെയ്തിട്ട് അത് തന്നെയാണോ മറ്റേ റെക്കോർഡിന്റെ അകത്ത് കാണിച്ചേക്കുന്നത് നോക്കാൻ പറയാം. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റാഫിനോട് കൺഫർമേഷൻ വാങ്ങിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫർമേഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യാം. എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്നുള്ള ടേം പറ്റില്ല. അത് നമ്മൾ കമ്പനിക്ക് പുറത്തുള്ള ആളുകളോട് മാത്രം വാങ്ങിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ജനറൽ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ബിസിനസ് റിസ്ക്, സിഗ്നിഫിക്കന്റ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്ന വേറെ എന്തൊക്കെയുള്ളത്? നമ്മൾ പറഞ്ഞ പോലെ ഔട്ട്സോഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രിൻസിപ്പൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ പറയുന്ന ഈ ഏരിയനെ എല്ലാത്തിനെയും ബേസ് ചെയ്തിട്ട് നമ്മളോട് ആൻസർ എഴുതാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. സോ ലിറ്ററലി നിങ്ങൾ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് എന്തായിട്ട് ആൻസർ എഴുതാനായിട്ടായിരുന്നു? ദേ ഹാവ് ആസ്ക്ഡ് us to give a ബ്രീഫിംഗ് നോട്ട്, അല്ലേ? ബ്രീഫിംഗ് നോട്ടായിട്ട് ആൻസർ എഴുതാനായിട്ടായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പം ബ്രീഫിംഗ് നോട്ട് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക? എപ്പോഴും ബ്രീഫിംഗ് നോട്ട് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നമുക്കറിയാം ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഓൾറെഡി ടു ഫ്രം സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈ ടു ഫ്രം സബ്ജക്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടായിരിക്കും ബ്രീഫിംഗ് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മെയിലിൽ റിപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അവിടെ ഒരേ ഒരു വ്യത്യാസം വരുള്ളൂ. എന്താ? ടു എന്താവും? ടു ഫ്രം ആവും. അതേപോലെ തന്നെ ഫ്രം എന്താവും? ടു ആവും, റിപ്ലൈ മെയിൽ ആയതുകൊണ്ട്. അതേപോലെ തന്നെ സബ്ജക്ട് വിൽ റിമെയിൻ ദ സെയിം. എന്നിട്ട് നമ്മൾ ഇനി എന്ത് എഴുതണം? ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതണം. സോ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൻ്റെ നമ്മൾ എന്താ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ലിറ്ററലി എന്താണ് നമ്മളോട് റിക്വയർമെന്റ്സ് ചോദിച്ചേക്കുന്നത്, ആ റിക്വയർമെന്റ്സ് ചോദിച്ചേക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതുക? നിങ്ങൾ പറയാ ദിസ് നോട്ട് ഈസ് റിലേറ്റിംഗ് ടു ഓഡിറ്റ് ഓഫ്, നമ്മുടെ കമ്പനിയുടെ പേരും ഡീറ്റെയിൽസും എല്ലാം നമുക്ക് ഏറ്റവും തുടക്കത്തിൽ നിന്ന് കിട്ടും, അല്ലേ? ഇതാണ് നമുക്ക് ആ കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയേക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഓഡിറ്റ് ഓഫ് മെർക്കുറി കമ്പനി, എ ലിസ്റ്റഡ് കമ്പനി വിത്ത് ദ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് 30th September 2015 എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ദിസ് ബ്രീഫിംഗ് നോട്ട് കണ്ടെയ്ൻസ് നമ്മുടെ ഓരോ റിക്വയർമെന്റ്സും കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്തൊക്കെയായിരുന്നു ബ്രീഫിംഗ് നോട്ടിൻ്റെ അകത്തുള്ളത്? പറ എന്തൊക്കെയായിരുന്നു? ഇവാലുവേറ്റ് സിഗ്നിഫിക്കന്റ് കോ comma then ഇത് എഴുതുക. എന്നിട്ട് ഇതെല്ലാം ഓരോന്നും എന്താക്കിയാൽ മതി? പാസ്റ്റ് സെന്റൻസിലാക്കിയാൽ മതി. ഓക്കെ, ഇനി ഓരോന്നും എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് സെന്റൻസ് ആക്കുക. ദിസ് കണ്ടെയ്ൻസ് ഇവാലുവേറ്റിന് പകരം എന്താവും മക്കളെ? Evaluation of the significant business risk faced by Mercury company and
ഇവിടെ എന്താവും? ഇവാലുവേഷൻ ആൻഡ് prioritization. Evaluation and prioritization of the significant risk of material misstatement which we need to consider in our audit planning. In addition, എന്തെങ്കിലുമൊക്കെ filling words ഇട്ട് കൊടുക്കുക. In addition, this also includes ഇവിടെ ഡിസ്കസിന് വരെ എന്താവും? ഡിസ്കഷൻ ആൻഡ് conclusion. Okay, conclusion, discussion and conclusion on the impact which outsourcing the credit control function will have on our audit planning, and design of the principal audit procedures to be performed in respect of staff pay obligation. അപ്പൊ ഇത്രയായിരിക്കും നമ്മൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫായിട്ട് എഴുതുന്നുണ്ടാവുക. ഇനി എന്ത് ചെയ്യുക? ആദ്യമേ നമ്മൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മെറ്റീരിയാലിറ്റി എന്നുള്ള ഹെഡിങ് കൊടുക്കണം. ഇവിടെ നമ്മൾ മെറ്റീരിയാലിറ്റി ചൂസ് ചെയ്യേണ്ടത് ലോവർ ലിമിറ്റ് ആണോ അപ്പർ ലിമിറ്റ് ആണോ മക്കളെ? ഏതാ ചൂസ് ചെയ്യേണ്ടത്? അപ്പർ ലിമിറ്റ് ആണോ? പ്രിഫറബിളി ഒരു മിഡിൽ ലൈൻ അല്ലെങ്കിൽ ടുവേഴ്സ് ദ ലോവർ എൻഡ് എടുക്കുക. കാരണം എന്താ? There are significant risk of material misstatement here. Management bias is very high. Internal control weakness നമ്മളോട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി കുറെ പോസിബിലിറ്റീസ് ഇല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു മിഡിൽ ലൈൻ അല്ലെങ്കിൽ ബിലോ ദാറ്റ് എടുത്താൽ മതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മെറ്റീരിയാലിറ്റി എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ട് പറയാം, on the basis of the request from the audit engagement partner, the materiality has been computed on the basis of the profitability of the group, which is based on 5% to 10% of the total profit, and the benchmark for the materiality is determined between 3 million to 6 million, as the company is having a total profit of 60 million for the current year. The materiality has been determined in the planning stage of audit. The materiality is a starting point where the overall materiality has been determined to be on the lower limit based on the fact that the client is having significant risk of material misstatements in the company's financial statement. There are significant possibilities of having management bias, and in addition to which, there are internal control weakness in relation to the payroll system. Even though the materiality has been determined at a lower level, it is just a planning stage. Therefore, the materiality might be reviewed throughout the audit and revised whenever necessary. Heading കൊടുക്കണം റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് ഓരോ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റും ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് റിസ്ക്കും ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് എഴുതുക. മേക്ക് ഷുവർ വൺ തിങ്, ഇത് എഴുതുന്ന സമയത്ത് നമുക്കറിയാം they have asked us for evaluation and prioritization of significant risk of material misstatement. അപ്പൊ സിഗ്നിഫിക്കന്റ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. ഒരു റിസ്ക് സിഗ്നിഫിക്കന്റ് ആണോ എന്നറിയാൻ നമ്മൾ എന്തൊക്കെ നോക്കണം? Is there any possibility of fraud? Fraudulent ആയിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് വരികയാണ്. അതായത് പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് മാനേജറിയൽ ബയസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. എന്തെങ്കിലും പോസിബിലിറ്റീസ് ഓഫ് ഹാവിംഗ് ഇമ്പയർമെന്റ് അല്ലെങ്കിൽ റീസെന്റ് ഉള്ള അക്കൗണ്ടിങ് ഡെവലപ്മെന്റ്സ്, കംപ്ലൈൻസ് വിത്ത് ന്യൂ റെഗുലേഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. സബ്ജക്റ്റീവ് ഏരിയ ലൈക്ക് എസ്റ്റിമേറ്റ്സ് ഉള്ള ഏരിയാസ് ലൈക്ക് ദ ഹോളിഡേ പേ, അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ വരുവാണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ whereby a companies complying with a lower regulation for the first time, or when the company is involved in financial reporting framework related കാര്യങ്ങൾ for the first time, അവിടെ അത് significant risk ആണ്. Whenever there is a possibility of having related party transaction, significant related party transaction related എന്തെങ്കിലും ഇഷ്യൂസ് ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു significant risk ആണ്. അതുപോലെ തന്നെ കോംപ്ലക്സ് ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, സോ കോംപ്ലക്സ് ട്രാൻസാക്ഷന്റെ കേസിലും അതൊരു significant risk ആണ്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസിൽ നമുക്കറിയാം അവർ അസറ്റിന്റെ അക്വിസിഷൻ നടത്തിയേക്കുന്നത് നമുക്ക് എന്തായിട്ട് പറയാം? ഒരു കോംപ്ലക്സ് ട്രീറ്റ്മെന്റ് ആയിട്ട് പറയാം. അതേപോലെ തന്നെ അവരിപ്പോ പലതരത്തിലുള്ള ഫസ്റ്റ് ടൈം കംപ്ലൈൻസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അതായത് അല്ലെങ്കിൽ അവിടെ വളരെ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഏരിയ ഉണ്ട്, ഹോളിഡേ പേയുടെ കേസ്, അതൊക്കെ നമുക്ക് സിഗ്നിഫിക്കന്റ് റിസ്ക് ആയിട്ട് എടുക്കാം. അപ്പൊ ഈ ഫാക്ടേഴ്സിന്റെ ബേസിസിലായിരിക്കും സിഗ്നിഫിക്കന്റ് റിസ്ക് നമ്മൾ പിക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ ബേസിസ് പ്രയോറിറ്റൈസ് ചെയ്യുക. അപ്പൊ ആദ്യമേ നോക്കണം ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ, ഇക്കണോമിക് അക്കൗണ്ടിംഗ് അല്ലാതെ അതർ ഡെവലപ്മെന്റ്സ് ഉണ്ടോ, സബ്ജക്റ്റീവ് ഏരിയാസ് ഉണ്ടോ, അൺയൂഷ്വൽ ട്രാൻസാക്ഷൻസ് ഉണ്ടോ, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ടോ, അതുപോലെ തന്നെ കോംപ്ലക്സ് ട്രീറ്റ്മെന്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. ക്ലിയർ ആയ മക്കളെ?
ഫ്രോഡിന്റെ കാര്യം മെൻഷൻ ചെയ്തു, മറ്റേ ഓപ്പറേഷൻസ് അക്രോസ് ദ കൺട്രി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഫ്രോഡ് ആൻഡ് എറർ വരാനുള്ള സാധ്യത കൂടുതലുണ്ടോ? അതായത് നമ്മൾ ജനറൽ ആയിട്ടാണ് ഇപ്പൊ പറഞ്ഞു തന്നത്. അതായത് എവിടെയൊക്കെ സിനാരിയോ മാനേജറിൽ ബയസിനുള്ള സിഗ്നിഫിക്കന്റ് പോസിബിലിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ അപ്രോപ്രിയറ്റ്ലി ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. കാരണം നമ്മൾ ജഡ്ജ്മെന്റൽ ബേസ്ഡ് ആയിട്ട് മാത്രമായിട്ട് എടുക്കണ്ട കേട്ടോ. അപ്പൊ അത് പറയേണ്ട ആവശ്യമില്ല, കൺട്രോൾസിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. കൺട്രോൾസ് ഒരുപാട് സിഗ്നിഫിക്കൻസ് കൊടുക്കണം. കാരണം ഇവിടെ ഇത് ഫ്രോഡിന് ഫസ്റ്റ് പ്രയോറിറ്റി, ഇക്കണോമിക് അക്കൗണ്ടിങ് അതർ ഡെവലപ്മെന്റ് സെക്കൻഡ് പ്രയോറിറ്റി, സബ്ജക്റ്റീവ് ഏരിയക്ക് തേർഡ് പ്രയോറിറ്റി, അങ്ങനെയില്ല. ഇതിന്റെ ബേസിസിൽ ഉള്ള എല്ലാത്തിനും പ്രയോറിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏതാണ്? കോംപ്ലക്സ് ട്രീറ്റ്മെന്റ്സ് ആണെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുത്താൽ മതി. മനസ്സിലായോ? ഓക്കെ. ഫോറക്സ് നമുക്ക് കോംപ്ലക്സ് ആയിട്ട് പറയാൻ പറ്റുമോ? ഫോറക്സിനെ കോംപ്ലക്സ് ആയിട്ട് പറയണ്ട. കാരണം അവരുടെ ടോട്ടൽ ഫോറക്സ് ട്രാൻസാക്ഷൻസ് ഒന്നും അല്ലല്ലോ, ഒരു പർട്ടിക്കുലർ ഏരിയ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഗ്രൂപ്പിന്റെ കേസിലാണെങ്കിൽ നമുക്ക് അത് കോംപ്ലക്സ് ഒക്കെ പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ എന്നോട് ഫോറക്സിന്റെ ചോദിക്കുന്ന ഈ ക്വസ്റ്റിന്റെ ബേസിസിലാണോ ജനറൽ ആയിട്ടാണോ? ജനറൽ ആയിട്ട് സബ്സിഡറിന്റെ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മളോട് പറയാണ് കമ്പനിക്ക് കുറെ സബ്സിഡറി കമ്പനീസ് ഉണ്ട്, ഹാഫ് ഓഫ് ദി സബ്സിഡറീസ് ഫോറിൻ സബ്സിഡറീസ് ആണെന്ന് പറയാണ്. അതുപോലെ തന്നെ കമ്പനിക്ക് മൾട്ടിപ്പിൾ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് പറയാണ്. സോ ഇൻ ദാറ്റ് കേസ് ദാറ്റ് വിൽ ബി എ സിഗ്നിഫിക്കന്റ് റിസ്ക്. കാരണം എന്താ? കോംപ്ലക്സ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ സോ പ്യൂർലി അത് ജഡ്ജ്മെന്റിലാണ്, ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. ഓക്കെ. ഇനി നമ്മുടെ ആ ഓരോ റിക്വയർമെന്റ്സിനും റിപ്ലൈ ചെയ്തതിനു ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യുക? കൺക്ലൂഷൻ പാർട്ടും കൂടെ എഴുതുക. കൺക്ലൂഷൻ എഴുതാൻ വിട്ടുപോകരുത്. കൺക്ലൂഷൻ അത് മാരകമായിട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്യണ്ട. നിങ്ങൾ പറഞ്ഞു പോയാൽ മതി. ഡ്യൂറിംഗ് ദ കറന്റ് ഇയർ ഓഡിറ്റ് പ്ലാനിംഗ് സ്റ്റേജ് we have identified multiple significant risk of material misstatements in relation to the M company, and in addition to this, multiple business risk has also been identified, which might also result in related audit risk. And in addition to which, since the company have outsourced many of their work in relation to the receivables, the audit team will not be able to obtain sufficient appropriate evidence from the user entity itself. So all of these matters have to be properly considered in the planning stage itself, and proper audit procedures should be drafted in order to identify the existence of any misstatements in the company's financial statements. എന്ന് പറഞ്ഞ് എഴുതി കൺക്ലൂഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഓവറോൾ എന്തൊക്കെയാണ് നിങ്ങൾ റിസ്ക്കും കാര്യങ്ങളും കണ്ടുപിടിച്ച് അതെല്ലാം കൂടി വെച്ചിട്ട് ഒരു കൺക്ലൂഷൻ എഴുതുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ഒരു 50 മാർക്സിന്റെ ക്വസ്റ്റിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ചെയ്യേണ്ടത്, ഒരിക്കലും ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് കറസ്പോണ്ടിങ്ങിൽ എഴുതി പോകരുത്. പക്ഷെ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് കറസ്പോണ്ടിങ്ങിൽ റിസ്ക് ഓരോന്നും ഐഡന്റിഫൈ ചെയ്ത് പോവുക. അതായത് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കണ്ടു, ഇവിടെ നിങ്ങൾ കാണുകയാണ് റവന്യൂ റെക്കഗ്നീഷൻ. റവന്യൂ റെക്കഗ്നീഷന്റെ ഇഷ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യമേ തന്നെ കൊണ്ടുപോയിട്ട് ഇവിടെ എഴുതി വെക്കുക റവന്യൂ റെക്കഗ്നീഷൻ. സോ ഇനി നമുക്കപ്പോൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റവന്യൂ റെക്കഗ്നീഷൻ IFRS 15 കിടപ്പുണ്ട്. ഇനി അടുത്തത് നിങ്ങൾ അടുത്ത റിസ്ക് ഇവിടെ കാണുകയാണ്. ഇവിടെ നിങ്ങൾ അടുത്ത റിസ്ക് ആയിട്ട് കണ്ടു ഇൻ റിലേഷൻ ടു ദ ട്രീറ്റ്മെന്റ് ഓഫ് IAS 40 ആൻഡ് IFRS 5. അത് നിങ്ങൾ മാർക്ക് ചെയ്തു. അടുത്തത് നിങ്ങൾ എടുത്തി പോവുക. ഇപ്പൊ അടുത്ത ഇഷ്യൂ എന്തായിരുന്നു? ട്രേഡ് റിസീവബിൾസിന്റെ റിലേറ്റഡ്. സോ ട്രേഡ് റിസീവബിൾസിന്റെ പോയിന്റ് എഴുതി. അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത് ഓരോന്നും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫുള്ളി ഒരു ലിസ്റ്റായി. എന്നിട്ട് ഈ ലിസ്റ്റിനെ നമ്മൾ റീഓർഡർ ചെയ്തിട്ടാൽ മതി, എന്നിട്ട് എഴുതി പോയാൽ മതി. കാരണം അല്ലെങ്കിൽ നമുക്കത് റീഓർഡർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഫുൾ എഴുതിയിട്ട് റീഓർഡർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ. കാരണം നമ്മൾ ചിലപ്പം സിഗ്നിഫിക്കന്റ് റിസ്കിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക വേറെ ഏതെങ്കിലുമൊക്കെ റിസ്കിനായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടാവരുത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ എല്ലാ റിസ്ക്കും കറസ്പോണ്ടിങ്ങിൽ ലിസ്റ്റ് ഡൗൺ ചെയ്തിടുക, എന്നിട്ട് മാത്രം ആൻസേഴ്സ് എഴുതി തുടങ്ങുക. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? യാ. സോ അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി നോക്കണം. റിവിഷൻ കിറ്റിലെ ആൻസേഴ്സും ചെക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, റിവിഷൻ കിറ്റിലെ ആൻസറിനോട് എക്സാക്ട്ലി സെയിം ആൻസർ കൊണ്ടുവരിക എന്നുള്ളതല്ല, ബട്ട് എൻഷുർ ദാറ്റ് യു ആർ ഫോളോയിങ് ദ സെയിം പാറ്റേൺ ഫോർ പ്രസന്റിങ് യുവർ ആൻസർ, ആസ് വെൽ ആസ് നിങ്ങൾ എന്ത് ചെയ്യുക? സെയിം മീനിങ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് ട്രൈ ടു റൈറ്റ് ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഫോളോയിങ് ദ പെർഫോമർ. റിസ്കിന്റെ കേസിലാണെങ്കിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. എന്നിട്ട് പ്രോപ്പർലി ആൻസേഴ്സ് എഴുതി പോവുക. ഓക്കെ. അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി നോക്കണം കേട്ടോ. ഓക്കെ.